ഞാൻ ചെയ്യുന്ന പെർഫോമൻസ് കേട്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കൂ. എൻ്റെ പേരോ എൻ്റെ ജാതിയോ എൻ്റെ മതമോ ഒന്നുമല്ല. കലാകാരൻ ആക്ടിവിസ്റ്റാണ് ബേസിക്കലി. പ്രണയം തീർത്തും വൈബ്രൻ്റ് ആയിട്ടുള്ള റിബലായിട്ടുള്ള ആക്ടിവിസമാണ്. രണ്ടുപേർ തമ്മിൽ ചുംബിക്കുമ്പോൾ ലോകം മാറുന്നു എന്ന് ഒക്ടോവിയോ പാസ് പറഞ്ഞതാണ്. കലാമണ്ഡലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മുഖത്ത് നോക്കി നസ്രാണിക്ക് എവിടെ നിന്നാണ് സംഗീതം എന്ന് ചോദിച്ച കഥകളി അധ്യാപകരും പ്രിൻസിപ്പാൾമാരും ഉണ്ട് അവിടെ. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഇവിടെ സർക്കാരിനൊന്നും കലയോടൊന്നും വലിയ താല്പര്യമില്ല. അവർ കാണുന്ന കല എന്നൊക്കെ പറഞ്ഞാൽ കൂടി വന്നു കഴിഞ്ഞാൽ സ്റ്റീഫൻ ദേവസിയും റീമി ടോമി ആയിരിക്കും. വീണ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻ്റ് എന്ന കോണ്ടെക്സ്റ്റുള്ളൂ. നമ്മൾ വീണ എന്ന് നിരന്തരമായിട്ട് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സരസ്വതി വീണയാണ് പറയുന്നത്. കർണാട്ടിക് മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള രുദ്രവീണയുണ്ട്, അതുപോലെ തന്നെ സമുദ്രവീണയുണ്ട്, അങ്ങനെ ഒരുപാട് വീണകളുണ്ട്. പക്ഷേ വീണ എന്നുള്ള സ്ട്രിങ് ഇൻസ്ട്രുമെൻ്റ് എന്നുള്ള കോണ്ടെക്സ്റ്റിലാണ്. ഇതിനെ വ്യത്യസ്തമാക്കുന്നത് 5 സംഗീതോപകരണങ്ങളുടെ കോമ്പിനേഷനാണിത്. സാരംഗി, സന്തൂർ, ഹവാൻ ഗിറ്റാർ, സിത്താർ, സരോദ്, അങ്ങനെ 5 സംഗീതോപകരണങ്ങളുടെ കോമ്പിനേഷനുണ്ട്. ഇപ്പോൾ സിത്താറിൻ്റെ ടോൺ നിങ്ങൾക്ക് ഇത് കേൾക്കാൻ പറ്റും. സാരംഗിയുടെ സസ്റ്റെയിൻ, അത്രത്തോളം ഇതിൽ ഒരു പ്ലക്ഡ് സ്ട്രിങ്ങിൽ ഇൻസ്ട്രുമെൻറ്റിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയധികം സസ്റ്റെയിൻ വരുന്നത്. ഇതിങ്ങനെ വായിക്കാൻ പറ്റും. സരോദിൻ്റെ ടോൺ, ടോണാണ് ഈ കേൾക്കുന്നത്. സന്തൂർ, ഹവാൻ ഗിറ്റാർ, വെസ്റ്റേൺ ഫീൽഡിലേക്ക് പോകും. 5 സംഗീതോപകരണങ്ങളുടെ കോമ്പിനേഷനാണ്. ആദ്യകാലങ്ങളിലുള്ള മോഹൻ വീണയിൽ 20 തന്ത്രികളെ ഉണ്ടായിരുന്നുള്ളൂ. വിശ്വമോഹൻ ഭട്ട് എന്നുള്ള എൻ്റെ ഗുരു ഉണ്ടാക്കിയെടുത്ത തന്ത്രികൾ. പിന്നീട് ഞാൻ അഡാപ്റ്റ് ചെയ്തതാണ് 2 സ്ട്രിങ്സ് കൂടുതൽ. അത് ഞാൻ ധ്രുപദ് വായിക്കാൻ, ഞാൻ ഗുണ്ടച്ച പ്രദേശിൻ്റെ ഡിസൈപ്പിൾ കൂടിയാണ്. കേട്ട് കാണും ധ്രുപദ് സംഗീതത്തിൽ. അപ്പോൾ അത് വന്നപ്പോൾ എനിക്ക് ധ്രുപദ് വായിക്കണം എന്ന് മോഹിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത സ്ട്രിങ്ങുകളാണ് ഇതും ഇതിൻ്റെ കൂടെയുള്ള വേറൊരു സ്ട്രിങ്ങും, 2 സ്ട്രിങ്. അപ്പോൾ ഇതിൽ ധ്രുപദ് വായിക്കാൻ പറ്റും. ധ്രുപദത്തിൻ്റെ സാധ്യതയാണ്. അപ്പോൾ അതും കൂടി അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത്. ഇപ്പോൾ ഉള്ള എല്ലാ മോഹനമണിയിലും 22 തന്ത്രികളുണ്ട്. എങ്ങനെയാണ് ഇങ്ങനൊരു ഇൻസ്ട്രുമെന്റിനെ ഗുരു ഡിസൈഡ് ചെയ്തത്? എൻ്റെ ഒരു കേട്ടുകേൾവി അനുസരിച്ച് ഗുരു തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിന് ഒരു 500 വർഷത്തെ സംഗീത പാരമ്പര്യമുള്ള കുടുംബമാണ് എൻ്റെ ഗുരുവിൻ്റേത്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയൊക്കെ വലിയ റെവല്യൂഷണറി ആയിട്ടുള്ള ക്ലാസിക്കൽ വോക്കലിസ്റ്റുകളായിരുന്നു ജയ്പൂരിൽ. ആ കാലത്ത് ജയ്പൂരിൽ സ്ത്രീകളിൽ അധികം പേരൊന്നും പെർഫോമേഴ്സ് ആയിട്ടുണ്ടായിരുന്നില്ല, എല്ലാം പഠിക്കുന്നത്. അപ്പോൾ ഗുരുജിയുടെ അമ്മയൊക്കെ ആ രംഗത്ത് പെർഫോം ചെയ്ത് തുടങ്ങിയതൊരു സ്ത്രീയാണ്. അപ്പോൾ ഗുരുജിയുടെ അച്ഛൻ്റെ അടുത്തേക്ക് പഠിക്കാനായിട്ട് ഒരു ഫോറിനർ വരികയാണ് ചെയ്തത്. ഒരു ഫോറിനർ വരുമ്പോൾ അവരുടെ കയ്യിൽ ഒരു ഗിറ്റാറുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അതുവരെ ഗുരുജി സിത്താർ വായിച്ചിരുന്ന ആളാണ്. ഹി വാസ് എ സിത്താർ പ്ലെയർ. അപ്പോൾ ആ സിത്താറാണ് ഗുരുജീനെ, അതിൻ്റെ ഒരു പരിമിതി സിത്താറിൻ്റെ ഒരു പരിമിതി പുള്ളിക്കാരന് തോന്നി, ഗുരുജിക്ക് തോന്നി. അങ്ങനെയാണ് കാരണം സിത്താറിൽ ഫ്രെട്ടുകളുണ്ട്, അത് ഫ്രെറ്റ്ലെസ് അല്ല.
ഇപ്പോൾ വീണയിൽ ഫ്രെറ്റ് ഉണ്ട്. ഈ ഫ്രെറ്റിൽ പിടിച്ചാൽ ഇതാണ് ഗ, ഇതാണ് മാ, ഇതാണ് ധ എന്ന് പറഞ്ഞാൽ അതിൽ പിടിച്ചിട്ട് പിന്നെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗുരുജിയെ സംബന്ധിച്ചിടത്തോളം ഈ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ 2 സംഗീത രീതികളുണ്ട്, ഗായകി ആൻഡ് തന്ത്രക്കാരി എന്ന് പറഞ്ഞാൽ. ഗായകി എന്ന് പറഞ്ഞാൽ നമ്മൾ പാടുന്നത് പോലെ വോക്കലിനോട് ചേർന്ന് നിൽക്കുന്നൊരു രീതിയാണ്. വോക്കലിൻ്റെ റേഞ്ച് എത്രത്തോളം സാധ്യതയുണ്ടോ അത്രത്തോളം അത് ഇൻസ്ട്രുമെൻസിനെ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഗായിക. അതേസമയം തന്ത്രക്കാരി എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സാധ്യതകൾ, ഇൻസ്ട്രുമെൻസിൻ്റെ ടെക്നിക്കൽസ്, ഇൻസ്ട്രുമെൻസിൻ്റെ സ്പീഡ്, അത് മാത്രം എടുത്ത് വായിക്കുന്ന രീതി. അപ്പോൾ ഗുരുജിയെ സംബന്ധിച്ചിടത്തോളം ഗായിക സമ്പ്രദായത്തിനാണ് ഗുരുജി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഗുരുജിക്ക് ബോധ്യം വന്നതുകൊണ്ടാണ് ഈ ഗിറ്റാർ എങ്ങനെ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ള ചിന്ത വന്നത്. അങ്ങനെയാണ് ഗുരുജി ഗിറ്റാറാകുമ്പോൾ കൊണ്ടു നടക്കാൻ ഈസിയാണ്. അതിൻ്റെ കാരണം കാലങ്ങളായിട്ട് ജനറേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഇൻസ്ട്രുമെൻ്റാണ്. ഒരുപാട് നാളത്തെ ജനറേഷൻ കഴിഞ്ഞ് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് നടന്നുള്ള സാധനമാണ് ഗിറ്റാർ, സിത്താർ പോലെ തന്നെ. പക്ഷേ സിത്താറിന് അങ്ങനെ വായിക്കാൻ ബുദ്ധിമുട്ടാണ്, ഫ്രെറ്റില്ലാതെ വായിക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഗിറ്റാറിന് എങ്ങനെ പൊക്കി വെച്ച് വായിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ രുദ്രവീണ നമുക്കുണ്ട്, നമുക്കിവിടെ ഗോട്ടു വാദ്യം എന്നുള്ള ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. വീണതയുടെ ഫ്രെറ്റുകളില്ലാതെ വായിക്കുന്ന രീതി. പക്ഷെ അതിൻ്റെ ബേസ് സ്ട്രക്ചർ മാത്രമേ നമുക്ക് പ്രയോഗിക്കാൻ പറ്റുള്ളൂ. കൊണ്ടടക്കാൻ ഈസിയല്ല, അതിലുള്ളൊരു എക്സ്പ്രസീവായിട്ടുള്ള ഒരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഗുരുജി ഈ ഗിറ്റാർ സ്വന്തമാക്കുകയും ഈ ഗിറ്റാറോട് വെച്ച് ഗുരുജി പിന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ക്രിയേഷനാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും മഹത്തരമായ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ അതുവരെ ഈ ഗിറ്റാർ പോലുള്ള ഇൻസ്ട്രുമെൻറ്റിൽ ഇതിൽ ഫ്രെട്ട് നമുക്ക് പൊക്കി വെച്ച് ഈ 4 സ്ട്രിങ്സിന് പൊക്കി വയ്ക്കാൻ പറ്റും. പക്ഷേ തരഫ് എന്നൊരു സാധനമുണ്ട്, തരഫ്, സിമ്പതറ്റിക് സ്ട്രിങ്സ്. ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിൽ, പ്രധാനമായിട്ട് ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ സിമ്പതറ്റിക് സ്ട്രിങ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് തരഫ് എന്ന് പറയും. വായിക്കുന്ന നോട്ടിനെ മറ്റൊരു നോട്ട് കമ്പനം ചെയ്യുക അല്ലെങ്കിൽ റിസോണേറ്റ് ചെയ്യുക എന്ന് പറയും. ഇപ്പോൾ താഴ്ന്നാണ് വരുന്നത്, ഞാൻ മുകളിലത്തെ നോട്ടാണ് വായിക്കുന്നത്. അപ്പോൾ ഇതേ ടോണിൽ തന്നെ താഴെ ട്യൂൺ ചെയ്ത് വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കമ്പനി ചെയ്യുമെന്നുള്ള ഒരു ഫിസിക്സ് തത്വമാണ് അത്. അതാണ് ഇത് സിത്താറിലുണ്ട്. എല്ലാ നോർത്ത് ഇന്ത്യയിലെ മിക്ക സംഗീതോപകരണങ്ങളിൽ ഈ സാധനം കാണാം. പ്രധാനമായിട്ട് സ്ട്രിങ് ഉപകരണങ്ങളിൽ സിത്താറിലുണ്ട്, സരോദിലുണ്ട്, സാരംഗിയിലുണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ സസ്റ്റെയിൻ, അതിൻ്റെ ബ്യൂട്ടിഫിക്കേഷനൊക്കെ ഈ തരഫിലടക്കും. അപ്പോൾ ഗുരുജിയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻവെൻഷൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ഈ 5 സംഗീതോപകരണങ്ങളുടെ അഡാപ്റ്റേഷനും ഈ എന്താ പറയുക ഈ സിമ്പത്തറ്റിക് സ്ട്രിങ്സിനെ ആഡ് ചെയ്തത് വളരെ ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ താഴെ കൂടെ വേറൊരു സ്ട്രിങ് അങ്ങോട്ട് പോവുകയാണ്. അത് വലിയ ഇമ്പോർട്ടൻസ് സാധനമാണ്. ആദ്യമായി ഗുരുജിയാണ് ഈ സിത്താറിന് ഇതിന് തരഫ് കൊണ്ടുവരുന്നത്. തരഫ് കൊണ്ടതിന് ശേഷം പിന്നെ ഇത് മൊത്തത്തിൽ വേറെ കംപ്ലീറ്റ്ലി ഇന്ത്യൻ കൾച്ചറിലേക്ക് മാറുകയാണ്, ഇന്ത്യൻ ട്രഡീഷനിലേക്ക് ഇൻസ്ട്രുമെൻറ്റ് മാറുകയാണ്. തരഫ് അതിൻ്റെ ക്യാരക്ടറാണ്. അങ്ങനെ അതിന് വീണ എന്ന് പേര് പറയാൻ തുടങ്ങിയപ്പോൾ മോഹൻ വീണ വിശ്വമോഹൻ ഭട്ട്, അദ്ദേഹത്തിൻ്റെ പേര് മോഹൻ എന്നാണ്, വിശ്വമോഹൻ ഭട്ട് എന്നാണ്. അങ്ങനെയാണ് അതിൻ്റെ പേര് വന്നത്, വിശ്വമോഹൻ ഭട്ട് എന്ന് പേര് വന്നത്, മോഹൻ വീണ എന്ന പേര് വന്നത്. പക്ഷേ ഇപ്പോൾ അത് എസ്റ്റാബ്ലിഷ്ഡായി. ഇപ്പോൾ മോഹൻ വീണ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇൻസ്ട്രുമെൻറ്റ്. വേറെ എന്ത് ഇൻസ്ട്രുമെൻറ്റ് ഉണ്ടാക്കിയാലും ഇല്ല, മോഹൻ വീണ ഇസ് ഇൻഡിപെൻഡൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്. എങ്ങനെ വന്നത്, സംഗീതത്തിലേക്ക് വന്നത് എങ്ങനെ? 8 വയസ്സ്. അതായത് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഭാഗവതരുണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ അപ്പൻ്റെ ഒക്കെ സുഹൃത്താണ്. ഞാൻ അവിടെ പോകുമ്പോൾ അദ്ദേഹം ഇവരൊക്കെ പാടുന്നതൊക്കെ കേൾക്കും. അപ്പോൾ അത് പലപ്പോഴും ചിലവഴിച്ചിട്ടുള്ള അവിടെയാണ്, ഈ പള്ളിയുടെ വീടിൻ്റെ അടുത്താണ് അവർ വീട്. പള്ളിയിലൊക്കെ പോകുമ്പോൾ ഇവരുടെ അടുത്ത് കൂടെയാണ് പോകുന്നത്. അതിങ്ങനെ കേൾക്കും. അയാളാണെങ്കിൽ പള്ളിയിൽ ക്ലാരനറ്റൊക്കെ വായിക്കും, അത് കേൾക്കും. പക്ഷെ അതിലും കൂടുതൽ ഞാൻ വെച്ചാൽ ഇതിൽ വേറെ എന്തോ ഒരു അഡാപ്റ്റേഷനുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, വീട്ടിലൊരു പഴയ മർഫി റേഡിയോ ഉണ്ട്. അന്നത്തെ കാലത്ത് റേഡിയോ എന്നൊക്കെ പറഞ്ഞാൽ ലോൺ എടുത്ത് വാങ്ങിക്കേണ്ട ഒരു സാധനമാണ്, ചെറിയ മർഫി റേഡിയോ. തൃശ്ശൂർ ചലച്ചിത്ര ഗാനങ്ങൾ അവതരിപ്പിക്കുമ്പോൾ, നമ്മുടെ തങ്കമണി ചേച്ചി ചലച്ചിത്ര ഗാനങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ആലപ്പുഴ ട്രിവാൻഡ്രത്ത് വരുന്നത് ക്ലാസിക്കൽ സംഗീതമാണ്, കർണാട്ടിക് മ്യൂസിക്കാണ്. എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. വീട്ടുകാർക്ക് സംഗീത താല്പര്യങ്ങളുണ്ട്. എൻ്റെ തൊട്ട് മൂത്ത ബ്രദർ ഫ്ലൂട്ടൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്, സംഗീത താല്പര്യങ്ങളുണ്ട്. പക്ഷെ എന്നെപ്പോലുള്ളൊരു ക്ലാസിക്കൽ
ഒരു കംപ്ലീറ്റ്ലി ഡെഡിക്കേഷൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ലോകം മുഴുവൻ ക്ലാസിക്കലായിരുന്നു. എനിക്ക് ഒരിക്കലും സിനിമാ പാട്ട് പോലെ എൻജോയ് ചെയ്യാനേ പറ്റിയിട്ടില്ല ശരിക്കും. ഇപ്പോഴും പറ്റുന്നില്ല കൃത്യമായിട്ട് പറഞ്ഞാൽ. അപ്പോൾ അന്ന് വീടിൻ്റെ അടുത്ത് രാവുണ്ണി മാസ്റ്റർ, പിന്നീട് ഇത് കഴിഞ്ഞിട്ട് രാവുണ്ണി മാസ്റ്റർ ഉണ്ടായിരുന്നു. രാവുണ്ണി മാസ്റ്ററിൻ്റെ വീട്ടിൽ എപ്പോഴും പോകുമായിരുന്നു. അതാണ് എൻ്റെ സംഗീത താല്പര്യ തുടക്കം. പക്ഷേ കേൾവി വളരെ വിശാലമായിരുന്നു. കേൾക്കുന്നത് ഫിലിം മ്യൂസിക് അല്ല. എൻ്റെ വീട്ടിൽ ചേച്ചിക്ക് പാടാൻ ഭയങ്കര സിനിമാ പാട്ട് ഭയങ്കരമായി. ചേച്ചി ഇവിടെ ഈ മർഫി റേഡിയോ ഓൺ ചെയ്തിട്ട് സിനിമാ ഗാനങ്ങൾ പാടുമ്പോൾ ഞാൻ നിർത്തി എനിക്ക് അപ്പുറത്തേക്ക് പോകണം എന്ന് പറയും. അത് ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നീട് അമ്മച്ചി ദേഷ്യം പിടിച്ചിട്ട് ഈ ഇൻസ്ട്രുമെൻ്റ് ഈ വലിച്ചെറിയുന്നൊരു സംഭവം ഉണ്ടായിട്ട് മനസ്സമാധാനം പോകുമ്പോൾ അത് വല്ലാത്തൊരു ഷോക്കാണ്. എനിക്ക് ക്ലാസിക്കൽ മ്യൂസിക് കേൾക്കണം എന്നുള്ളത്. തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാർ വലപ്പാട് ഭാഗത്താണ് എൻ്റെ വീട്. അവിടുന്ന് തൃശ്ശൂർ ജില്ല ടൗണിലേക്ക് അവിടെ ത്യാഗരാജ സംഗീത സഭ, അവിടെ ഒരുപാട് സംഗീത നാടക അക്കാദമിയൊക്കെ ഉണ്ട്. ഞാൻ അവിടുന്ന് വെറും 90 രൂപ അപ്പച്ചൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഞാൻ കേൾക്കാൻ പോകും ബസ്സിൽ കയറിയിട്ട്. കൊച്ചുപൈന ഫാദറിന് എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു. ആക്ച്വലി ഹി വാസ് എ ജേർണലിസ്റ്റ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ വായനയും എഴുത്തും ചിന്തകളും അങ്ങനെ ബന്ധങ്ങളുള്ളതുകൊണ്ട് പുള്ളി എപ്പോഴും ഈ ആർട്ടിനോടൊക്കെ സപ്പോർട്ടീവായിരുന്നു. ഒരിക്കലും എന്നോട് ഒരു അക്കാഡമിഷ്യനായിട്ട് മാറണമെന്നൊന്നും ഫോഴ്സ് ചെയ്തിട്ടില്ല. അത് എനിക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും പുള്ളി ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും പറഞ്ഞു. അവസാനം പുള്ളി വർക്ക് ചെയ്തിരുന്നത് മലയാള മനോരമയിലായിരുന്നു. മനോരമയിൽ ജോലിക്ക് ഞാൻ അപ്ലൈ ചെയ്തു. എന്നോട് നീ പോയി വർക്ക് ചെയ്യുമോ, നിനക്കവിടെ ജോലി കിട്ടും. ഞാൻ പറഞ്ഞാൽ കിട്ടും. എനിക്ക് എവിടെയും ജോലി ചെയ്യാൻ പറ്റില്ല. മനസ്സിൽ മുഴുവൻ സംഗീതമായിരുന്നു. കേട്ട സംഗീതം, അറിഞ്ഞത് സംഗീതം, വായിക്കുന്നത് സംഗീതം, പിന്നെ കുറച്ച് ലിറ്ററേച്ചർ വായന, കവിതകൾ കുറേ അന്ന് ആ കാലത്ത് ചെറുതായിട്ട് എഴുതുമായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെയാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് 10th കഴിഞ്ഞപ്പോൾ മുന്നും പിന്നും നോക്കാതെ ഞാൻ കലാമണ്ഡലത്തിലേക്ക് പോകുന്നത്. പക്ഷേ അതിനും അപ്പുറത്ത് 9ലും 10ലും 9ലും 8ലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് മൃദംഗത്തിനോട് താല്പര്യം തോന്നിയിട്ട് വീട്ടിലെ പഴയ പത്രങ്ങൾ വിറ്റ് ആ പൈസയും കൊണ്ട് ഞാൻ ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം ഇരിഞ്ഞാലക്കുട, അവിടെ ഒരു കൊരമ്പ് സുബ്രഹ്മണ്യൻ തിരുമേനി മൃദംഗം പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പോയ ഒരാളാണ് ഞാൻ. നടന്ന് ഇരിഞ്ഞാലക്കുട 24 കിലോമീറ്റർ നടന്നു പോയിട്ട് പഠിച്ചിട്ടുള്ള ആളാണ്. തിരിച്ചു വരുന്ന വഴി എഴുത്തിനോട് താല്പര്യമുണ്ട്. സച്ചിദാനന്ദ മാഷ് വീട്ടിൽ ബോധിയിൽ കയറും. ആ സംസാരിച്ചിട്ട് പുസ്തകം വാങ്ങിച്ച് സംസാരിച്ച് വീണ്ടും അവിടെ നടക്കും, ഭക്ഷണം കഴിച്ച് നടക്കും. ആ ഒരു എഴുത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ലോകം ചെറുപ്പം മുതൽ എൻ്റെ മനസ്സിലുണ്ട്. ഒരുപക്ഷെ എഴുത്തിൻ്റെയും ലിറ്ററേച്ചറിൻ്റെയും ലോകം ഉള്ളിലുള്ളത് കൊണ്ട് ഒരു വ്യക്തമായൊരു നിലപാടും രാഷ്ട്രീയ ബോധവും സൗന്ദര്യബോധവും എനിക്ക് ഉള്ളെടുത്തത് കൊണ്ടായിരിക്കാം ഇതിനു വേണ്ടി മാത്രം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു. അല്ലായിരുന്നെങ്കിൽ ഞാൻ വേറെ ഭക്തനായി പോയേനെ, വേറെ രീതിയിലേക്ക്. പക്ഷേ ഐ എം സോ മച്ച് പ്രൗഡ് ഓഫ് ഇറ്റ്. ആക്ച്വലി എൻ്റെ ഫാമിലിയിൽ ഇത് വേറെ രീതിയിൽ ഒരു ബാഡനായിട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് കലാമണ്ഡലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമുണ്ട്. മൃദംഗം വായിക്കുന്ന കാലഘട്ടം, ആശാമാരായിട്ടുള്ള ബന്ധം. ആ കാലഘട്ടത്തിലാണ് ഒരു നാഷണൽ നെറ്റ്വർക്ക് കേരളത്തിൽ വരുന്നത്. ഒരു പഴയ 14 ഇഞ്ച് ടെലിവിഷൻ നമുക്കൊക്കെ അറിയാം. 14 ഇഞ്ച് ടെലിവിഷനിൽ സിഗ്നലിങ്ങനെ ഇഴഞ്ഞ് വരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത് ഉണ്ടാവും അന്നത്തെ കാലത്ത്. ഞാൻ നോക്കുമ്പോൾ ആശാൻ്റെ വീട്ടിലേക്ക് ഇടയ്ക്ക് പോവും. ആശാൻ വിളിച്ചിട്ട്, ആശാൻ്റെ വൈഫ് വിളിച്ചിട്ട്, ചേച്ചി വിളിച്ചിട്ട് പറയും ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ട്. ഗുരുകുല വിദ്യാഭ്യാസമാണല്ലോ, അത്ര അറ്റാച്ച്മെൻറ്റാണ്. കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കി കഴിച്ചിട്ട് കഴിച്ചിട്ട് പൊക്കോളം പറയും. ഞാൻ സീനിയറാണ്. ഞാൻ ചെല്ലുമ്പോൾ ഇഡ്ഡലി കഴിച്ചുകൊണ്ടെങ്കിൽ ടി വി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് ടി വി ഭയങ്കര മഹാത്ഭുതങ്ങളൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം. നോക്കുമ്പോൾ നാഷണൽ നെറ്റ്വർക്കിൽ അന്ന് ഗുരു പ്രശസ്തനായിട്ടില്ല. ഹി സ്റ്റാർട്ടഡ് ഓൺലി ഹിസ് കരിയർ. ഞാൻ നോക്കുമ്പോൾ ഗുരു വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാരാണ് മനുഷ്യൻ, ഇതേതാണ് സംഗീതപരം എന്നുള്ളത് അത് വല്ലാത്തൊരു അട്രാക്ഷനായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഓൾറെഡി ഐ യൂസ് ടു ലിസൺ കർണാട്ടിക് ആൻഡ് ഹിന്ദുസ്ഥാനി ലോട്ട്. നമ്മുടെ ദേശീയ സംഗീത പരിപാടി 10 മണിക്ക് വരുന്നതിലൊക്കെ ഞാൻ ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഞാൻ തീരുമാനിച്ചു ഈ മനുഷ്യനെ എഴുതി നടക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കഴിച്ച ഇഡ്ഡലി പോലും പകുതിയാക്കിയിട്ട് തിരിച്ചു പോന്നു. എന്നിട്ട് ഞാൻ നേരെ തൃശ്ശൂർക്ക് പോയി. തൃശ്ശൂർ കുറേ ആൾക്കാർ വെസ്റ്റേൺ മ്യൂസീഷ്യൻസ് ഉണ്ട് ടൗണിൽ. അവരോടൊക്കെ ചോദിച്ചു. അവർക്കാർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ആ സമയത്താണ് കലാമണ്ഡലത്തിൽ കുറേ സ്പിക്മാക്കഡ് ആളുകൾ വരുന്നത്. അവരോട് ചോദിക്കുകയാണ് ചെയ്തത്, ഇത് ഏതാണ് കക്ഷി, എന്താണ്, ഇതാണ് വിശ്വമോഹൻ ഭട്ട്, അഡ്രസ്സ് വേണമെങ്കിൽ തരാം. ഞാൻ അഡ്രസ്സ് തന്നു. അന്ന് അറിയാവുന്ന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എനിക്ക് വളരെ കഷ്ടപ്പെട്ട് ഞാൻ അദ്ദേഹത്തിന് കത്തെഴുതി. പക്ഷേ മറുപടിയില്ല. 2-3 പ്രാവശ്യം കത്തെഴുതി. കലാമണ്ഡലത്തിലെ കോഴ്സ് കഴിഞ്ഞു. ഞാൻ ഓൾ ഇന്ത്യ റേഡിയോ ആർട്ടിസ്റ്റായിരുന്നു ആ സമയത്ത്. ഭീകര ഡെഗട്ടിയെ കച്ചേരിക്ക് വായിക്കുന്നു. ഒരുപാട് ഭരതനാട്യക്കാർക്ക് ഞാൻ മൃദംഗം വായിക്കുന്നു. ഒരുപാട് പേർക്ക്, വിനീതനെ പോലുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ ജതി കമ്പോസ് ചെയ്യുന്നു. ഒരുപാട് കച്ചേരികൾ അന്ന് ആ കാലത്ത് വായിച്ചിട്ടുള്ള കച്ചേരികൾക്ക് കണ്ണു കണക്കുണ്ടാവില്ല. ശങ്കരൻ നമ്പൂതിരി,
യു ശ്രീനിവാസനൊക്കെ വായിച്ചിട്ടുള്ളൊരു കാലഘട്ടമാണ്. എൻ്റെ മനസ്സിൽ അതേ സമയം തന്നെ ഈ ഇൻസ്ട്രുമെൻറ്റിനെ തേടി കണ്ടുപിടിക്കണം, ഗുരുവിനെ കാണണം എന്നുള്ള മോഹമായിരുന്നു. കലാമണ്ഡലത്തിലെ കോഴ്സ് കഴിഞ്ഞ് പിന്നെ ഞാൻ പ്ലാൻ ചെയ്തത് എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ചാടുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ തീരുമാനിച്ച കൽക്കട്ടയ്ക്ക് പോകാൻ തീരുമാനിച്ചു. എനിക്കറിയില്ല ഗുരു എവിടെയാണെന്ന് അറിയില്ല, ആകെ അറിയുന്നത് കൽക്കട്ടയാണ്. വെറും 500 രൂപയും കൊണ്ട് അപ്പച്ചനോടും അമ്മച്ചോടും ടാറ്റ പറഞ്ഞ് ഞാൻ ഒരു ദിവസം കൽക്കട്ടയ്ക്ക് പോവുകയാണ് ചെയ്യുന്നത്. കൽക്കട്ടയിൽ ശാന്തിനികേതനിൽ അഡ്മിഷൻ കിട്ടി. ആ കാലഘട്ടത്തിൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാന്തിനികേതനിൽ ഒരു സുഹൃത്ത് പറഞ്ഞു വിശ്വമോഹൻ ഭട്ട് ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ശാന്തിനികേതൻ ഏകദേശം 180 കിലോമീറ്ററുണ്ട്. ഞാൻ ശാന്തിനികേതൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എനിക്ക് അങ്ങ് സ്റ്റുഡൻസ് കൺസെഷൻ കാർഡ് കിട്ടും. അത് വെച്ചിട്ട് ഞാൻ ടൗണിൽ പോയി അലഞ്ഞ് തിരിഞ്ഞ് നടന്നു. ഗുരുജി ബിർള അക്കാഡമിയിൽ വരുമ്പോൾ ഞാൻ ഗ്രീൻ റൂമിൽ വന്ന് ഗുരുജീനെ കണ്ടു. ഗുരുജി പറഞ്ഞു ഹോട്ടലിലേക്ക് വരാൻ പറഞ്ഞു. ഹോട്ടലിൽ പോയി ഗുരുജിയോട് പറഞ്ഞു ഞാനിങ്ങനെ നീ ആയിരുന്നു എന്നെ എനിക്ക് കത്തയച്ചിരുന്നു. അതെ നീ വാ. അപ്പം മുഷിഞ്ഞ് നാറിയ വസ്ത്രമായിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ കയ്യിലൊരു ഗിറ്റാറുണ്ട്. ഞാനതിൽ അന്ന് നമ്മുടെ കയ്യിൽ ഇൻസ്ട്രുമെൻറ്റ് കിട്ടാനില്ല. അപ്പോൾ ഗിറ്റാറിൽ ഞാൻ ഹിന്ദുസ്ഥാനി വായിക്കും. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എന്താണ് കയ്യിൽ? ഓക്കെ ഭക്ഷണം കഴിച്ചോ? ഇല്ല. പുള്ളി ഭക്ഷണം തന്നു. മുഷിഞ്ഞ് നാറിയ വസ്ത്രമായിരുന്നു. പുള്ളി പറഞ്ഞു ഒരു 250 രൂപ തന്നിട്ട് പറഞ്ഞു മോഹൻ വീണ പഠിക്കണമെന്നുണ്ടെങ്കിൽ നീ രാജസ്ഥാനിൽ വരണം. രാജസ്ഥാൻ എവിടെയാണെന്നൊന്നും അറിയില്ല. അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഗുരുജി 250 രൂപയും പുള്ളിയുടെ അഡ്രസ്സും വാങ്ങി ഞാൻ തിരിച്ച് കിട്ടിയ പൈസ കംപ്ലീറ്റ് പറക്കിയെടുത്ത പൈസ ഒരു സുഹൃത്തിൻ്റെ ചെറിയ സിനിമയ്ക്കൊക്കെ വർക്ക് ചെയ്ത് അതിൽ 1500 രൂപയും കൊണ്ട് ഞാൻ കൽക്കട്ടയിൽ നിന്ന് ബീഹാർ വഴി രാജസ്ഥാനിലേക്ക് പോകുന്നു. രാജസ്ഥാനിലേക്ക് പോകുന്ന ഒരു വലിയൊരു യാത്രയാണ്. ടിക്കറ്റ്ലെസ് ആയിരുന്നു പലപ്പോഴും ഉണ്ടായിരുന്ന യാത്രകൾ. അവിടെ എത്തി ഗുരുജിയുടെ വീട്ടിൽ, പിന്നെ അവിടെ നിന്ന് ഗുരുജിയുടെ വീട്ടിലെ ജീവിതമായിരുന്നു എൻ്റേത്. അങ്ങനെയാണ് അവിടെ എത്തിച്ചേരുന്നത്. തീർത്തും സയൻറ്റിഫിക്കായിട്ട് ആർട്ടിനെ അപ്രോച്ച് ചെയ്യുന്നതാണ്, അല്ലാതെ ഒരു ദൈവദത്തമായ രീതിയിൽ അപ്രോച്ച് ചെയ്യരുത്. ഇത് അവിടെ നിന്ന് വന്നതാണെന്ന് ചിന്തിക്കരുത്. ഇതെല്ലാം ഇവിടെ സമൂഹത്തിലുള്ളൊരു സാധനമാണെന്ന് ചിന്തിച്ചാൽ പ്രശ്നം തീർന്നു. പക്ഷേ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിൽ എപ്പോഴും ഫ്രം ദ ഡിവൈൻ എന്നല്ലേ ഒരു ഫീലിംഗ് ജനറലി ഉള്ളത്. അല്ല അത് ഞാൻ അതിനെ ഞാൻ പറയിക്കാൻ ആഗ്രഹിക്കുന്നത്. ഡിവിനിറ്റി എന്നൊരു സാധനം ഞാൻ കാണുന്നില്ല ഇക്കാര്യത്തിൽ. നിങ്ങൾക്ക് തമ്മിൽ എന്നോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഇത് ഡിവിനിറ്റി അല്ല. ഒരു തോട്ടിപ്പണിക്കാരൻ ചെയ്യുന്ന പണിയുടെ അത്രക്കത് നമ്മളും ചെയ്യുന്നുള്ളൂ. എല്ലാ പണിക്കും ഡിവിനിറ്റി ഉണ്ട്. നിങ്ങൾ ആരോപിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, മാനസിക സംഘർഷത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന, സാംസ്കാരികമായ സംഘർഷത്തിന് രൂപം കൊള്ളുന്ന ഒരു ആർട്ട് ഫോം. ആ ആർട്ട് ഫോമിനെ നിങ്ങൾ എങ്ങനെയാണ് ഡിവിനിറ്റി കൽപ്പിക്കുന്നത്? കല എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു സംഭവമാണ്. തോട്ടിപ്പണിക്ക് വേണമെങ്കിൽ ആർക്കും ചെയ്യാം, വേണ്ടി വന്നാൽ. കല അല്ലെങ്കിൽ ഇങ്ങനൊരു ഇൻസ്ട്രുമെന്റ് എല്ലാവർക്കും വായിക്കാൻ പറ്റും. ഇൻസ്ട്രുമെന്റ് എനിക്കൊരു പരിചയമില്ലാത്തൊരു ഇൻസ്ട്രുമെന്റ് ആയിരുന്നു. ആഗ്രഹം കൊണ്ട് നിരന്തരമായി ഇരുന്ന് പഠിച്ചെടുത്തതാണ്. ഒരു വാർക്കപ്പണിക്കാരനോ തോട്ടിപ്പണിക്കാരനോ അത് ചെയ്യുമ്പോൾ ആദ്യകാലങ്ങളിൽ ആൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. വെൻ ഹി സ്റ്റാർട്ടഡ് ഡൂയിങ്, ബിക്കോസ് അത് മോളിൽ നിന്ന് വീഴുന്നതല്ല. ആരെങ്കിലും കൂടുതലൊന്ന് പഠിച്ചെടുത്താൽ മാത്രമേ നല്ല രീതിയിൽ അത് എടുക്കാൻ പറ്റുള്ളൂ. കയ്യിലാവാതെ മേത്താവാതെ രോഗം വരാതെ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്നത്. ഇത് തന്നെയുള്ള ഞാൻ നിരന്തരമായ സാധനയിലൂടെ ഒരു ഗുരുവിൽ നിന്ന് പഠിച്ചെടുത്തൊരു സാധനമാണിത്. ഇത് ഞാൻ പ്രകടിപ്പിക്കുന്നത് ഡിവിനിറ്റിയുടെ ഭാഗമായിട്ടല്ല. ലൈഫ് ഈസ് എൻ ആക്ടിവിസം ഫോർ മീ. എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അത് മ്യൂസിക്കിലൂടെ ഞാൻ നിങ്ങളോട് പറയാണ്. ഇതെൻ്റെ നാവാണ്, ഇതെൻ്റെ ഭാഷയാണ്. തോട്ടിപ്പണിക്കാരൻ ജീവിതത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകാൻ ചെയ്യുന്നു. ഇതെൻ്റെ ജീവിതമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം വാട്ട് ഈസ് പാഷൻ? ഇത് ചെയ്തിട്ട് 5 പൈസ വരുമാനം ഉണ്ടാവില്ല എന്നും ഒരു വീട് കെട്ടാൻ പറ്റില്ല എന്നും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നും ഉറപ്പുണ്ടായിട്ടും നിങ്ങളൊരു സാധനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അതിനെ പാഷൻ എന്നാണ് വിളിക്കുന്നത്. അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞത്. ചെറിയ ഡിഫറൻസ് ഉള്ളൂ. മറ്റേത് ലൈവ്ലിഹുഡാണ്. ഇത് ലൈവ്ലിഹുഡ് അല്ല എനിക്കിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ എനിക്കിതല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഈ ജീവിതത്തിൽ മുഴുവൻ ഭാഗം ഞാനിത് പ്രൊഫഷണലായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ ഞാനൊരു മാനേജർ വയ്ക്കണം, ഒരു സെക്രട്ടറിയെ വയ്ക്കണം, പിന്നെ PR വർക്ക് ചെയ്യണം, അല്ലേ? ഇത് ആർട്ടിൻ്റെ കാര്യം. ഇതിന് ജീവിതമായിട്ട് കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. അപ്രോച്ച് ടു ദി ലൈഫ്, എക്സാക്ട്ലി അപ്രോച്ച് ടു ലൈഫ് ആൻഡ് സോഷ്യൽ അവെയർഡായിട്ടുള്ള ജീവിതത്തിൽ സാമൂഹികമായിട്ടുള്ള ഇടപെടാൻ സാധിക്കുക. കാരണം ഞാൻ വായിച്ചു തുടങ്ങുമ്പോഴേ എൻ്റെ ഗുരു പഠിപ്പിച്ചത് മാത്രമല്ല ഞാൻ വായിക്കുന്നത്. ഒരാൾ വായിക്കില്ല. ഞാൻ
തകഴി പേനെടുത്താൽ കൊടുക്കുമ്പോൾ തകഴിക്ക് പഠിപ്പിച്ചു കൊടുത്ത മലയാള ഭാഷയുടെ ആൽഫബറ്റിക്സ് അല്ല അവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. വ്യാകരണമല്ല കല. പഠിപ്പിച്ച അനാട്ടമിയല്ല. ഗുരു കൻ ടീച്ച് യു അനാട്ടമി, ബട്ട് ഗുരു കൻ ടീച്ച് യു രാഗ്, ഹൗ ടു പ്ലേ. ഇറ്റ്സ് ഫ്രം യു. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന നിങ്ങളുടെ ആത്മസഞ്ചാരങ്ങളുടെ, നിങ്ങൾ വായിച്ച പുസ്തകങ്ങളുടെ, നിങ്ങൾ അനുഭവിച്ച പ്രണയം, കാമം, സഞ്ചാരം, ഡിനയൽ, അക്സെപ്റ്റൻസ്, വലിയ ചരിത്രപരമായിട്ടുള്ള ഒരു ഒരു തുടർച്ചയുടെ ഭാഗമായി നിങ്ങൾ വായിച്ചുകൊണ്ട് ഓൺ ദ സ്പോട്ട്. ബിക്കോസ് ദിസ് ഈസ് എൻ ഇംപ്രവൈസേഷൻ. ഇപ്പോൾ യേശുദാസ് പാടിയ പാട്ട് ഞാൻ ഇവിടെ വായിക്കാനുള്ള പോലും ഇത് എൻ്റെ പാട്ടായിട്ട് മാറും. അത് താങ്കൾ ഈ പറഞ്ഞതിൽ കോൺട്രഡിക്ഷൻ ഇല്ലേ? അതായത് ആർട്ട് ഡിവൈൻ അല്ല എന്ന് താങ്കൾ പറഞ്ഞതിനോട് ഞാനും എഗ്രി ചെയ്യുന്നു. പക്ഷേ ഇതൊരു ഗിഫ്റ്റാണ് അല്ലേ? ഇതിനൊരു ഔന്നത്യമുണ്ട് ഒരു സർഗ സൃഷ്ടിക്ക്. അതുകൊണ്ടാണ് ഇത് വാർക്കപ്പണി അല്ലാതായിരിക്കുന്നത്. വാർക്കപ്പണിക്ക് നിയതമായ രൂപമുണ്ട്, പക്ഷെ കലയ്ക്ക് ഇതിന് നിയതമായ രൂപമില്ല. അത് അത്ര വ്യത്യാസം ഇതിനുള്ളൂ. അതൊരു ചെറിയ വ്യത്യാസമല്ല. ഞാൻ പറയട്ടെ, ഒരു വർക്കർ ചെയ്യുന്നത് നിലവിലുള്ള ഡിസൈൻസിന് അല്ലെങ്കിൽ പുതിയ ഡിസൈൻസിനനുസരിച്ച് അയാൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രൂപമാണ്. ഞാൻ ഈച്ച് ആൻഡ് എവറി സമയം ഞാൻ ഓരോ സമയവും ഓരോ ബിൽഡിങ്ങുകളെയും കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഞാൻ 10 വർഷം മുമ്പ് വായിച്ച ആളല്ല ഇപ്പോൾ വായിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചൊരു ഈസിനെസ് ഉണ്ട് ഈ രാഗത്തിന് അപ്രോച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ പുതിയ രാഗം ചെയ്യാൻ. ഇംപ്രവൈസ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞത്. പണിക്കാരൻ എന്ന് പറഞ്ഞ ആൾ ആദ്യം പഠിക്കുന്ന പോലെ തുടങ്ങിയ സമയത്ത് പോലെയല്ല, പിന്നീട് അയാളുടെ 60ാമത്തെ വയസ്സിൽ അയാളൊരു ബിൽഡിംഗ് കെട്ടുന്നു. അയാൾക്ക് കൃത്യമായിട്ട് അറിയാം ആൾ പണി വേണ്ടി വന്നൊരു എഞ്ചിനീയറിംഗ് പണി തന്നെ ചെയ്യും. പക്ഷെ അത് മറ്റൊരു രീതിയിൽ ചിന്തിച്ചു നോക്കും. പോളി വർഗീസിന് നാളെ ഒരു വാർക്കപ്പണിക്കാരനാകാൻ പറ്റും. പക്ഷെ ഒരു വാർക്കപ്പണിക്കാരന് പോളി വർഗീസിന് വാർക്കപ്പണിക്കാരാകാൻ പറ്റില്ല. ഞാൻ അത് പണിയെടുത്തിട്ടുള്ള ആളാണ്. ഞാൻ പെയിൻറ്റ് പഠിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഞാൻ കൽക്കട്ടയിലുള്ള ജീവിതകാലത്ത് ഞാൻ ചെയ്യാത്ത പണികളൊന്നുമില്ല. ഞാൻ പറഞ്ഞ ഡിവിനിറ്റി എന്നുള്ള സാധനത്തിന് നിങ്ങൾ കൊടുക്കുമ്പോൾ ഇതൊരു പുണ്യ സാധനമാണെന്ന് പറയുമ്പോൾ സംഭവിക്കുന്ന എന്തെങ്കിൽ ഇത് പിന്നെ ഒരു അന്യതാഭാവത്തിലേക്ക് പോകും. ഇത് എല്ലാവരും പരിചയിക്കണം എന്നൊരു അഭിപ്രായമാണ്. ഈച്ച് ആൻഡ് എവരി വൺ പ്രാക്ടീസ് എവറി ഇൻസ്ട്രുമെൻറ്റ്, എവറി ടെക്നിക്സ്. പക്ഷേ എനിക്ക് മുഴുവൻ സമയം ഒരു വർക്കപ്പണിക്കാരാകാൻ പറ്റാത്തതുകൊണ്ടാണ്. കാരണം എൻ്റെ ടേസ്റ്റ് അങ്ങനെയല്ല വർക്കൗട്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഒരു പരിചയമായിരുന്ന ഇൻസ്ട്രുമെൻറ്റ്, ഒരു കൺവെൻഷണൽ ക്രിസ്ത്യൻ ഫാമിലിയിൽ നേരത്തെ സിത്താര ചോദിച്ചതുപോലെ ഞാൻ കേട്ടു വളരുന്നത് എന്തായിരിക്കും? കൃത്യമായ പാട്ട് കുർബാനയായിരിക്കും, അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്ന സാധനം, അല്ലെങ്കിൽ ശനി ഞായറും നോക്കുന്ന ഇറച്ചി വാങ്ങിച്ച് കഴിക്കുന്ന സംഭവം, അല്ലെങ്കിൽ സ്വർണ്ണപ്പണിക്കാർ. എൻ്റെ പിതാവിൻ്റെ ബന്ധുക്കളെല്ലാം തൃശ്ശൂർ ജില്ലയിലെ വലിയ സ്വർണ്ണ കച്ചവടക്കാരാണ്. ഞാൻ തൃശ്ശൂർ ടൗണിലെല്ലാം എൻ്റെ അപ്പൻ ജീവിച്ചത്. ടൗണിലായിരുന്നുവെങ്കിൽ തീർച്ചയായും ഞാനൊരു സ്വർണ്ണ കച്ചവടക്കാരനോ ബിസിനസ്സുകാരനായിട്ട് മാറിയേക്കാം. പരാജയമായിരിക്കും ഉണ്ടാകുന്നത്. എനിക്ക് ബിസിനസ്സുകാരനാവാൻ കഴിയാത്തത് കൊണ്ടാണ്, എനിക്ക് പറ്റുന്നില്ല. ഇന്നും ഈ മ്യൂസിക് വിറ്റ് ഞാൻ ജീവിക്കുന്നില്ല. ബട്ട് ഐ ട്രാവലിങ്, ഐ എം ലീവിങ്, ദിസ് ഈസ് മൈ വേ ഓഫ് ലൈഫ്. എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരമാവധി എലമെൻസിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് രാഗത്തിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ട് എനിക്കൊരു കോമ്പോസിഷൻ ഉണ്ടാക്കുക. ഇത് തന്നെയാണ് വാർക്കപ്പണിക്കാരും ചെയ്യുന്നത്. പക്ഷേ അതെനിക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്, ആ സ്കില്ല് എനിക്കില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് ഈ സ്കില്ല് ഞാൻ പഠിച്ചെടുത്തതാണ്. കാരണം എൻ്റെ വീട്ടിൽ ആരും മ്യൂസിഷ്യൻസ് ഉണ്ടായിരുന്നില്ല. എൻ്റെ പേര് പോളി വർഗീസ് എന്നാണ്. പോളി വർഗീസിന് എനിക്ക് വേണ്ടി ഒരു പ്രോഗ്രാം ഉണ്ടാക്കാനായിട്ട് തൃശ്ശൂർ ജില്ലയിലെ കുറേ ആൾക്കാർ ശ്രമിച്ചപ്പോൾ പോളി വർഗീസിൻ്റെ സംഗീത കച്ചേരി, മോഹൻമണ സംഗീത കച്ചേരി എന്ന് പറഞ്ഞ് പോകുമ്പോൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അവിടുത്തെ പരസ്യക്കാരും വലിയ ജ്വല്ലറിക്കാരും പറഞ്ഞേ, പോളി വർഗീസ് എന്ന് പറഞ്ഞൊരു ആളുണ്ടോ? വല്ല കീബോർഡ് പ്ലേയേഴ്സ് ആയിരിക്കും എന്നാണ് പറഞ്ഞു. കലാമണ്ഡലം പോളി ആയിരുന്നു പണ്ടേ. ഒരു 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 കോൺട്രാക്ടർ ഇല്ലേ കലാമണ്ഡലം പോളി എന്നൊക്കെ കേൾക്കുമ്പോൾ കലാമണ്ഡലം പോളി വർഗീസ് വലിയ പ്രശ്നമാണ്. ഞാൻ കലാമണ്ഡലം എടുത്ത് കളഞ്ഞു. എനിക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങൾ ഒരുപാടുണ്ട്. ഈവൻ എന്താ പറയുക, തായ്ലാൻഡ് ബാങ്കോക്ക് യൂണിവേഴ്സിറ്റിയുടെ സംഗീത രത്നാകരം അവർ കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഞാൻ ഇതൊന്നും കൂടെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. പണ്ഡിറ്റ് എന്നുള്ള വാക്ക് പോലും പറയുന്നത് ഞാൻ പലരോടും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ പലരും വയ്ക്കും അത്, എൻ്റെ പേര് ഞാൻ പോലും അറിയാതെ. കാരണം ഈ വക സ്ഥാനമാണ് എൻ്റെ അപ്പൻ്റെ പേര് എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ മിസ്റ്റർ യം എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് വെക്കേണ്ടി വരും. ഞാൻ ചെയ്യുന്ന പെർഫോമൻസ് കേട്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കൂ. എൻ്റെ പേരോ എൻ്റെ ജാതിയോ എൻ്റെ മതമോ ഒന്നുമല്ല. ക്രിസ്ത്യൻ ഐഡന്റിറ്റി ഏതെങ്കിലും രീതിയിൽ പെർഫോമൻസിനെയൊക്കെ എഫക്ട് ചെയ്തു? കൃത്യമായിട്ട് എനിക്ക് എൻ്റെ കേരളത്തിൽ എന്നെ വേറെ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട്. കേരളത്തിലാകെ 4-5 കച്ചേരി നടത്തിയിട്ടുള്ള സഭകൾക്കൊന്നും തന്നെ വിളിക്കില്ലല്ലോ.
ഞാൻ സ്റ്റീഫൻ ദേവസി കീബോർഡ് പ്ലെയർ ആകുമ്പോൾ അത് ഓടുന്നത് എന്തുകൊണ്ടാണ്? അത് കീബോർഡ് ആയതുകൊണ്ടാണ്. സ്റ്റീഫൻ ദേവസി ക്ലാസിക് കർണാട്ടിക് കച്ചേരി നടത്തി നോക്കിയാൽ എന്താ പ്രശ്നം എന്നറിയോ? ഞാനത് സിൻസിയറായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഞാനും ടി എൻ കൃഷ്ണനും അടുത്ത സുഹൃത്തുക്കളാണ്. ഞാൻ ചെന്നൈയിലായിരുന്നു എൻ്റെ കുറേ കാലത്ത് ജീവിതം. അവിടെ മീനവർ സെയിം മണ്ടർ ആരംഭിക്കുമ്പോൾ നമ്മളൊക്കെ സപ്പോർട്ടീവായിട്ട് രംഗത്തുണ്ടായിരുന്നു. കൃഷ്ണ ഇൻവോൾവ് ചെയ്തപ്പോഴാണ് അത് ചർച്ചയായത്. കൃഷ്ണയൊക്കെ വരുന്നതിന് മുമ്പ് ചെന്നൈയിൽ ഞാൻ 17 വർഷം ഉണ്ടായിരുന്നു. ചെന്നൈയിലെ ഗല്ലികളിലും തെരുവുകളിലും നമ്മളവിടുത്തെ ഈ മോഹനമണി എന്ന് വായിച്ചിട്ടുണ്ട്. സ്ട്രീറ്റുകളിലും മോഹനമണി എന്ന് വായിച്ചിട്ടുണ്ട്. LTT തുരത്താനുള്ള സമരം നടക്കുന്ന സമയത്ത് ശ്രീലങ്കയിൽ കുറേ പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല. അന്ന് പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഇതായിട്ട് ബന്ധപ്പെട്ട് ഞാനടക്കമുള്ള കുറേ നാടകക്കാർ ചേർന്ന് സേതാപ്പയായിട്ട് എന്താ പറയുക ഇരുന്ന് വീണ വായിച്ചിട്ട് നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചർച്ച ചെയ്യപ്പെട്ടില്ല. എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല? പക്ഷെ അതേസമയം കൃഷ്ണ എന്നുള്ള മനുഷ്യൻ ചർച്ച ചെയ്യപ്പെടുന്ന പ്രിവിലേജ്. കൃഷ്ണ ബേസിക്കലി സത്യത്തിൽ അവനൊരു ജാതി ബോധത്തിൻ്റെ ആളൊന്നുമല്ല. പക്ഷെ അവൻ പോലും അറിയാതെ പ്രവർത്തിക്കുന്ന ജാതിയുണ്ട്. ജാതി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയോ? കൃഷ്ണ എന്നുള്ള മനുഷ്യൻ അവിടുന്ന് എന്നെയും സഭയിൽ നിന്ന് പുറത്താക്കി. കൃഷ്ണനെ സഭയിൽ നിന്ന് പുറത്താക്കി. കൃഷ്ണനെ മലയാളികൾ ഏറ്റെടുത്തു. ഇവിടുത്തെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ സ്ഥിരം പൊളിറ്റീഷ്യൻസിൻ്റെ ഒക്കെ ആൾക്കാരെ കൃഷ്ണയായിട്ട് മാറി. ജാതി, ഒരു ബ്രാഹ്മണനായ ഒരാൾ, ഒരു ഹിന്ദു നെയ്മുള്ള ഒരാൾ ഹിന്ദുത്വത്തെ തിരികെ സംസാരിക്കുമ്പോൾ അത് വാർത്തയാവുന്നത് എന്തുകൊണ്ടാണ്? പോളിവറിസ് സംസാരിച്ച വാർത്തയാവില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അത് നസ്രാണിയല്ലേ. ഒരു മുസ്ലിം സംസാരിച്ച വാർത്തയാവില്ല. മുസ്ലിങ്ങളൊക്കെ അങ്ങനെയാണ്, തുലുക്കന്മാരൊക്കെ അങ്ങനെയാണെന്ന് പറയും. ഞാൻ ഈ മോഹൻമീണ വായിച്ചു തുടങ്ങുമ്പോൾ ഒരു ജാതിയുടെയും ഒരു മതത്തിൻ്റെയും ഒരു സഭയുടെയും അംഗീകാരത്തിന് വേണ്ടി വായിച്ച ഒരാളല്ല. ഇന്നുമല്ല അന്നുമല്ല. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം നല്ല രീതിയിൽ എനിക്കുണ്ട്. പക്ഷെ അതൊന്നും എൻ്റെ പ്രശ്നമല്ല. കാരണം ഞാൻ ആ ദാരിദ്ര്യം ആഘോഷിക്കപ്പെടുന്ന ഇതിലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എൻ്റെ വേ ഓഫ് ലൈഫാണ്. മരണം വരെ ഇങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ്. കൃഷ്ണ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ പേര് പ്രശ്നമാണ്. ഇവിടെ കലാമണ്ഡലത്തിൽ തന്നെ അതിൻ്റെ ഇപ്പം കലാമണ്ഡലം പോളിന്ന് വെക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷെ കലാമണ്ഡലത്തിൽ ഹൈദരാലി പോലെയുള്ള ആർട്ടിസ്റ്റുകളും വന്നിട്ടില്ലേ? ഹൈദരാലിൻ്റെ സാധ്യത അനുഭവിച്ചിട്ടുള്ള കഥകൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാനവിടെ കലാമണ്ഡലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മുഖത്ത് നോക്കി നസ്രാണിക്ക് എവിടെ നിന്നാണ് സംഗീതം എന്ന് ചോദിച്ച കഥകളി അധ്യാപകരും പ്രിൻസിപ്പാൾമാരും ഉണ്ട് അവിടെ. എന്നെ ഭീകരമായി ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വിഷമിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊട്ട് മുമ്പിൽ ഹൈദരാലച്ചൻ അവിടെ കളരിയിൽ പഠിപ്പിക്കലും കഴിഞ്ഞ് ഇറങ്ങി വരും. ഹൈദരാലച്ചനെ സ്ഥിരം അധ്യാപകനാക്കിയിട്ടില്ല കേട്ടോ. കലാമണ്ഡലം ജോണുണ്ട്, അവിടുത്തെ സ്ഥിരം അധ്യാപകനാക്കിയിട്ടില്ല. അവരാരും വിളിക്കില്ല, അധ്യാപകനാക്കില്ല. അവരൊക്കെ നല്ല ടാലൻറ്റഡാ. ഹൈദരാലച്ചന് വിസിറ്റിംഗ് ലെക്ചറായിട്ട് മാത്രമേ വന്ന് പഠിപ്പിച്ചിട്ട് പൊക്കോ എന്ന രീതിയിലാണ് ആശാൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കലാമണ്ഡലം ഹൈദരാലാശൻ, ഞങ്ങൾ ഹൈദരാലാശൻ എന്ന് വിളിക്കും. ഞങ്ങൾക്ക് ആശാനാണല്ലോ. അപ്പോൾ ആശാൻ അവിടെ ഇരിപ്പുണ്ടാവും. ഞാനിങ്ങനെ വിഷമിച്ച് പോകുമ്പോൾ ആശാൻ എൻ്റെ അടുത്ത് ചോദിക്കും, എന്താടാ വെച്ചു? ആശാൻ ഇങ്ങനെ പറഞ്ഞു, ഭയങ്കര വിഷമം. ഓടാ പുല്ലെന്ന് പറയടാന്ന് പറഞ്ഞു. വിഷമിക്കണ്ട, നിൻ്റെ കല നിന്നെ തെളിയിക്കും. ഇതിൻ്റെ ഇരട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഡെഡിക്കേഷൻ. ഇന്നിപ്പോൾ നിങ്ങളെപ്പോലുള്ള ജേർണലിസ്റ്റുകൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നടത്തിയിട്ടുള്ള വലിയ സാക്രിഫൈസിൻ്റെ അധ്വാനത്തിൻ്റെ പരിണിത ഫലമാണ്. നമ്മുടെ ആർട്ട് നമ്മളെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ല, പാഷൻ, വർക്ക് ഇറ്റ്, പ്രാക്ടീസ് ഇറ്റ്. 10 to 12 hours ഇരുന്ന് മണിക്കൂറോളം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് കാലത്ത് പ്രാക്ടീസ് ചെയ്തിട്ട് വന്നിരുന്ന ആളാണ്. എനിക്ക് കുറച്ച് ദിവസത്തേക്ക് എനിക്ക് കച്ചേരിയില്ല, വേണമെങ്കിൽ വായിക്കാതിരിക്കാമായിരുന്നല്ലോ. കലയിൽ ഡിവിനിറ്റി ഇല്ല എന്ന് പറഞ്ഞില്ലേ? ഗുരുത്വം എന്ന കോൺസെപ്റ്റിൽ വിശ്വാസമുണ്ട്? ഒരു വിശ്വാസമില്ല. ഇല്ല. ഗുരുത്വം എന്നൊക്കെ പറയുന്ന സാധനം ഇത് തന്നെയാണ്, ഈ ഡിവിനിറ്റി തന്നെയാണ്. അതൊക്കെ പഴയ കാലത്തെ ഭാഷയാണ്. എന്താ പറയുക, ചില എന്താ പറയുക ഫ്രെയിമുകൾ, ടെംപ്ലേറ്റുകളാണ്. ഗുരുത്വം എന്താണ്? ഗുരു എപ്പോഴും നിങ്ങളെ ബ്ലെസ് ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ. പെരുന്തച്ചൻ കോംപ്ലക്സ് അടിച്ച ആൾക്കാരെ നമുക്ക് എത്ര കാണാം ഇവിടെ. എൻ്റെ ഗുരു എന്നോട് അങ്ങനെ പെരുമാറിയില്ലെങ്കിൽ പോലും എനിക്കറിയാം കുറേ ആൾക്കാരെ. നിങ്ങളിരുന്ന് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്, ഗുരു ക്യാൻ ടീച്ച് യു അനാട്ടമി. മലയാള ഭാഷയുടെ ആൽഫബറ്റ്സ് പഠിപ്പിക്കാൻ പറ്റും, വ്യാകരണം പഠിപ്പിച്ചു തരാൻ പറ്റും, വ്യാകരണം പഠിക്കാൻ പറ്റും,
കവിത എഴുതുന്നു പ്രതീക്ഷിക്കരുത്. എം.എ മലയാളം കഴിഞ്ഞവരോ കവികളെല്ലാം കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇറ്റ്സ് നോട്ട് ഈസി. കവിത ആർട്ട് ഇരിക്കുന്നത് അങ്ങനെയല്ല. ഇത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഇംപ്രവൈസിങ് ബോധമാണ്. ഒരു റിബല്. ഈ ഭരണകൂടങ്ങൾ എന്തുകൊണ്ടാണ് ആർട്ടിസ്റ്റുകൾ അധികം എൻ്റർടൈൻ ചെയ്യിക്കാത്തതെന്ന് അറിയുമോ? അവർക്ക് തന്നെ എതിരാവും അത്. സ്പോർട്സ് താരങ്ങളെ അവർക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റും, കാരണം ബ്രെയിൻ ഇല്ലാത്തവരാണ് സ്പോർട്സ് താരങ്ങൾ, ശരീരം കൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ്. പക്ഷേ ആർട്ടിസ്റ്റുകൾ അങ്ങനെയല്ല. ആർട്ടിസ്റ്റുകൾ മിക്കവാറും റാഡിക്കലും ആയിട്ടുള്ള ആളുകളാണ്, റിബലുകളാണ്. ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഭൂരിപക്ഷം ഭരണകൂടങ്ങൾ അവരെ എൻ്റർടൈൻ ചെയ്യിക്കാത്തത്. ഒരു മീഡിയോക്കർ ആളുകളെ സൃഷ്ടിച്ചെടുക്കും ഭരണകൂടങ്ങൾ. നമുക്കറിയാലോ, അക്കാഡമികളിലൂടെ മീഡിയോക്കർ ആർട്ടിസ്റ്റുകൾ. ഇതെല്ലാം കാര്യങ്ങൾ നടക്കുന്നൊരു കാര്യമാണ്. നിങ്ങൾ ഇഫ് യു ആർ എ ഡെഡിക്കേറ്റഡ് ആർട്ടിസ്റ്റ്, ദാറ്റ് മീൻസ് യു ആർ കംപ്ലീറ്റ്ലി റാഡിക്കൽ. എന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെ അവിടെ ഒരു നിരന്തരമായ സമൂഹത്തിന് ഒരു വയലൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ആളായിരിക്കും. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എം.എൻ. വിജയ മാഷൊക്കെ പറഞ്ഞ പോലെ, നിങ്ങൾ കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാലും ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കും. അപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. പറഞ്ഞുകൊണ്ടേയിരിക്കുക, വായിച്ചുകൊണ്ടേയിരിക്കുക. ഈ പറഞ്ഞ കാറ്റഗറിയിൽ അല്ലാത്ത ഒരുപാട് മാസ്ട്രോസിനെ നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇപ്പോൾ അള്ളാറാഖ ഖാൻ പോലെയുള്ളവര്, അവരൊന്നും ഈ എന്തെങ്കിലും റിബൽ. അള്ളാറാഖാൻ ഭയങ്കര റിബലായിരുന്നു, അതറിയില്ല. അള്ളാറാഖാൻ്റെ പ്രത്യേകത എന്ന് പറയുക, അയാളുടെ കാലഘട്ടത്തിൽ, പഠിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ദാരിദ്ര്യത്തിൻ്റെ അൾട്ടിമേറ്റിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ അടുത്ത് പഠിക്കാൻ പോകുമ്പോൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്കറിയാം, ഇന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഭക്ഷണത്തിന് പോലും വഴിയില്ലാത്ത കാലഘട്ടത്തിൽ അദ്ദേഹം പഠിക്കാൻ പോയൊരു ഇതാണ്. പെർഫോമൻസിന് ചാൻസ് കിട്ടാത്തത്. അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള സെഗ്രിഗേഷൻ എന്തായിരുന്നു, ഡിസ്ക്രിമിനേഷൻ എന്തായിരുന്നു, ദാരിദ്ര്യം എന്തായിരുന്നു. ഒരു നിർബന്ധമില്ല, പക്ഷെ നിഷേധിയാവും. കലാകാരൻ നിഷേധിയാവുന്നത് അയാൾ അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നതല്ല. അയാൾ കലയിൽ നടത്തുന്ന വലിയ പരീക്ഷണങ്ങളുണ്ട്. ഈ പരീക്ഷണങ്ങളിലൂടെയാണ് നിഷേധിയായിട്ട് മാറുന്നത്. കൃഷ്ണ നമുക്കിന്ന് നിഷേധിയായിട്ട് കാണുന്നത് കൃഷ്ണ സംസാരിക്കുന്നതിലൂടെയല്ല. കൃഷ്ണ കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ഒരു സ്ട്രക്ചർ പൊളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഗണപതിക്ക് സ്തോത്രം കൊടുത്തിട്ടുള്ള ആദ്യം തുടങ്ങണം, പിന്നെ അവസാനം ഒരു തില്ലാനമാണ്. ഇത് കൃഷ്ണ നടുവിലത്തെ സാധനം എടുത്ത് ഫ്രണ്ടിലിട്ട് പാടുകയാണ്. കലയിൽ നിഷേധിയാവണമെങ്കിൽ മനസ്സുകൊണ്ട് നിഷേധിയാവണം, ഐഡിയോളജിക്കൽ നിഷേധിയാവണം. അയാൾ ജീവിതം അതായിരിക്കും. കൃഷ്ണ മാത്രമല്ല, ഇപ്പോൾ എം.ടി. രാമനാഥൻ, അയാൾ അന്നേ വരെ കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ലാംഗ്വേജ് ഉണ്ടായിരുന്ന മനുഷ്യനാണ്. മാലി, ഫ്ലൂട്ട് വായിക്കുന്ന മാലി, ടി.ആർ. മഹാലിംഗം, നമ്മുടെ ബിസ്മില്ല ഖാൻ, ഭയങ്കര റിബലായിരുന്നു ആ മനുഷ്യർ. നിങ്ങൾ അവരുടെ ജീവിതം ശരിക്കും പഠിച്ചാൽ മനസ്സിലാവും. പിന്നെ റിബലാവുന്നത്, ഞാൻ നാളെ മുതൽ റിബലാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല. അയാളുടെ വേ ഓഫ് ലൈഫിൽ അറിവുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ നടത്തുന്ന പരീക്ഷണങ്ങളിലൂടെയാണ്. ഒരു ഇംപ്രൂവൈസിങ് ആർട്ടിസ്റ്റിന് പരീക്ഷണം നടത്താതെ ജീവിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അയാൾ യുണീക്ക് ആർട്ടിസ്റ്റായിട്ട് മാറില്ല. വായിച്ച് തന്നെ വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു യുണീക്കില്ല. അത് ഗാനമേളയ്ക്ക് വായിക്കുന്ന പോലെ ഒരു മിമിക്രി പരിപാടിയാണ്. ഒരു ഇംപ്രൂവൈസിങ് ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ അടിസ്ഥാനം തന്നെ, അപ്പോൾ ജാസ് ആയാലും ബ്ലൂസ് ആയാലും ഒക്കെ ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഇംപ്രൂവൈസേഷനാണ്. ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ഏറ്റവും ക്ലോസ് ആയി നിൽക്കുന്നത് ജാസിനോടും ബ്ലൂസിനോടാണ്, വെസ്റ്റേൺ ക്ലാസിക്കിനോടല്ല. റിബല് അതുകൊണ്ടാണ് ആ കണക്റ്റ് ആയി കിടക്കുന്നത്. ചരിത്രപരമായിട്ടുള്ള എന്താ പറയുക, നരവംശാസ്ത്രപരമായ ബന്ധങ്ങളുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് പോളി വർഗീസ് ഒരു റിബൽ ആകുന്നത്, അല്ലെങ്കിൽ താങ്കൾ അങ്ങനെ സ്വയം അവകാശപ്പെടുന്നതെന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ സ്വയം അവകാശപ്പെടുന്നതല്ല, അത് സംഭവിക്കുന്നതാണെന്ന്. നിങ്ങൾക്ക് ഞാൻ സംസാരിക്കുമ്പോൾ തോന്നുന്നില്ലേ ഞാൻ റിബലാവുന്നത്? ഞാൻ നാളെ റിബലാണ് എന്ന് അവകാശപ്പെട്ടുള്ളൂ. ഞാൻ വായിച്ചു തുടങ്ങുമ്പോൾ, ഞാൻ പറയുമ്പോൾ ഒക്കെ സംഭവിക്കുന്നതാണ്. എൻ്റെ പറച്ചിലുകൾ ഉണ്ടാവുന്നത് എൻ്റെ അനുഭവങ്ങളിൽ നിന്നാണെന്ന്. സോ ദാറ്റ് ഈസ് വൈ ഐ ടോൾഡ് യു ദാറ്റ് ബി ഇൻ മൈ ഷൂ ആൻഡ് ദെൻ ജഡ്ജ് മീ. ദാറ്റ്സ് ഓൺലി. Go through my pain, my vein, my traveling, my inner journey, my denial. എൻ്റെ ഷൂവിൽ ഒന്ന് ജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും കടന്നു പോയിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ്. ഭീകരമാണ്. കേരളത്തിൽ ഇപ്പോഴും ഞാനൊരു മലയാളിയായിട്ടുള്ള മ്യൂസീഷ്യനാണല്ലോ. എത്ര കച്ചേരികൾ തന്നെ കണ്ടിട്ടുണ്ട് ഇവിടെ. 4-5 കച്ചേരി വായിച്ചിട്ടുള്ള കേരളത്തിൽ. വെളിയിലുണ്ട്.
നോർത്തിൽ എനിക്ക് നസ്രാണിയാണെന്നുള്ള പ്രശ്നമൊന്നുമില്ല, നോർത്തിലില്ല. പക്ഷെ സൗത്ത് ഇന്ത്യക്കാരനാണെന്നുള്ളത് കഴിച്ചിട്ടുണ്ട്. നോർത്തിൽ ഞാൻ നസ്രാണിയാണെന്നുള്ള പ്രശ്നമില്ല, അത് അവർക്ക് അറിയില്ല എന്താണ്. പക്ഷേ സൗത്ത് ഇന്ത്യക്കാരൻ നോർത്ത് ഇന്ത്യൻ സംഗീതം വായിക്കുന്നത് ഭയങ്കരമൊക്കെ പ്രശ്നമാണ്. അത് പ്രശ്നമാണ്. കുഴപ്പമില്ല എന്നവർ പറയും. പിന്നെ നോർത്ത് ഇന്ത്യക്കാർ ഭയങ്കര ക്ലെവർ ആൻഡ് കണ്ണിങ്ങാണ്. അവർക്ക് നമ്മുടെ ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടുത്തെ അക്കമനിസ്റ്റുകൾക്ക് ഞാനിങ്ങനെ ഒരുപാട് ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് കച്ചേരിയുമായിട്ട്. അപ്പോൾ അവർക്ക് എന്നെ കിട്ടാൻ വേണ്ടിയിട്ട് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. നമുക്കിവർ കൃത്യമായിട്ട് അറിയാം, കാലങ്ങളായിട്ട് നോർത്ത് ഇന്ത്യ ജീവിക്കുകയും സൗത്ത് ഇന്ത്യ ജീവിക്കുകയൊക്കെ ചെയ്ത ആളാണ്. നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് എന്തായാലും അനുഭവിക്കും. കാരണം ഞാൻ വായിക്കുന്നത് നോർത്ത് ഇന്ത്യൻ സംഗീതമാണ്, അതൊരു സൗത്ത് ഇന്ത്യക്കാരൻ. ഇവിടെ ഭീംസൻ ജോഷിക്ക് അനുഭവിച്ചിട്ടുണ്ടെന്ന്. ഇവരൊന്നും നിഷേധിക്കാൻ പറ്റാതെ വന്നത് ഇവർ അത്രയും ലെജൻഡറി ആയതുകൊണ്ടാണ്. ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം മിക്കവാറും നോർത്ത് ഇന്ത്യൻസിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഹോളി വന്നു കഴിഞ്ഞാൽ ഒരു വൈബ് ഉണ്ടാവും കച്ചേരിക്ക്. രണ്ട് കാര്യങ്ങൾ ഞാൻ കാണുന്നത്, കേരളം ഒരു കൺസ്യൂമർ സൊസൈറ്റിയാണ്. ലാഭമോ അല്ലെങ്കിൽ നഷ്ടമോ ഇതാണ് അവിടുത്തെ പ്രധാന ചർച്ച ഉണ്ടാവുക. ലാഭമോ നഷ്ടമോ തരാത്ത എന്നെപ്പോലുള്ള ആൾ അവർക്ക് വേണ്ട. ഒന്നില്ലെങ്കിൽ നഷ്ടം തരണം അല്ലെങ്കിൽ ലാഭം തരണം. പ്രോഫിറ്റബിലിറ്റിയാണ് പ്രശ്നം. സെക്കൻഡറി ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യൻ സംഗീതം വായിക്കുന്ന സൗത്ത് ഇന്ത്യക്കാരൻ എന്നുള്ള സാധനം നമുക്ക് നോർത്ത് ഇന്ത്യൻ ആൾ വിളിച്ചു കൊണ്ടുവരാമല്ലോ എന്ന സാധനം പൊളിറ്റിക്സാണ്. പിന്നെ ഇവിടുത്തെ ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഇവിടെ സർക്കാരിനൊന്നും കലയോടൊന്നും വലിയ താല്പര്യമില്ല. ഡെഫിനറ്റ് ഷുവർ അവർ കാണുന്ന കല എന്നൊക്കെ പറഞ്ഞാൽ കൂടി വന്നു കഴിഞ്ഞാൽ സ്റ്റീഫൻ ദേവസിയും റീമി ടോമി ആയിരിക്കും. അല്ല അപ്പുറത്തെന്തുള്ള. പിന്നെ കുറേ കാലം രമേശ് നാരായൺ സാർ അവിടെ താമസിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് എൻ്റർടൈൻ ചെയ്യിക്കും. അദ്ദേഹം സിനിമയിൽ കമ്പോസ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ കേൾക്കുന്നത്. യേശുദാസ് സിനിമയിൽ പാടില്ലായിരുന്നെങ്കിൽ ആരെങ്കിലും കേൾക്കുമോ? ഒരുപാട് സ്റ്റേറ്റ്സിലെ കൾച്ചറൽ സീൻസ് ഉണ്ട്. ആണ്. അത് വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ഒരു കൾച്ചറൽ സീൻ എങ്ങനെയാണ്? കേരളത്തിലെ കൾച്ചറൽ സീൻസ് എനിക്കൊരു ആ രീതിയിലൊരു ഡീപ്പായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇവിടുത്തെ ആക്ടിവിസം, കൾച്ചറൽ ആക്ടിവിസം ഒരു ഉപരിപ്ലവമാണെന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഒരു എക്സ്റ്റേണൽ ആയിട്ടാണ്, ആഴത്തിലുള്ള ഒരു രാഷ്ട്രീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നടക്കുന്ന പലതും. അത്രയും കാരണം കേരളത്തിന് വെളിയിലുള്ള സംസ്ഥാനങ്ങളിൽ ഓഫ് കോഴ്സ് ദർ ഈസ് ഹിന്ദുത്വ ട്രഡീഷനൊക്കെ ഒരു റൂട്ടായിട്ട് പോകുന്നുണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ എതിരായിട്ടൊരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഈ മൂവ്മെൻറ്റൊക്കെ ഭയങ്കര ആഴത്തിലാണ്. ഇപ്പോൾ ബംഗാളിലെ ലെഫ്റ്റ് മൂവ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആകെ അറിയുന്ന മൂവ്മെൻറ്റ് CPM മൂവ്മെൻറ്റാണ്. അത് തകരുന്നതിൻ്റെ കാരണം തന്നെ അത് അത്ര ആഴത്തിലല്ലായിരുന്നുകൊണ്ടാണ്. പക്ഷേ അതേസമയം തന്നെ അവിടുത്തെ കുറച്ചും കൂടി റാഡിക്കലായിട്ടുള്ള ലെഫ്റ്റ് മൂവ്മെൻറ്റുകൾ അവിടെ ഭയങ്കര സ്ട്രോങ് ആണ്. അവർ കൾച്ചറൽ സ്പേസിലാണ് യൂസ് ചെയ്യുന്നത്. അവരൊരിക്കലും ആക്ടിവിസത്തിൻ്റെ മറ്റൊരു സ്പേസല്ല, അവർ കൾച്ചറൽ ആക്ടിവിസമാണ് ട്രൈ ചെയ്യുന്നത്. കൾച്ചറൽ ആക്ടിവിസം യൂസ് ചെയ്യുന്ന ഒരുപാട് റെബൽ ഗ്രൂപ്പുകൾ എനിക്കറിയാം. ഇപ്പോൾ സപ്തർ ഹാഷ്മിയുടെ ഗ്രൂപ്പ് അങ്ങനത്തെ ഒരു ഗ്രൂപ്പായിരുന്നു. അങ്ങനെ ഓരോ ഗ്രൂപ്പുകളുണ്ട്. ഈ കൾച്ചറൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സർഗാത്മകവും സൗന്ദര്യശാസ്ത്രപരമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പിന്മാറി കേരളത്തിലൊക്കെ. അത് പിന്നെ ഒരു കോർപ്പറേറ്റ് ലെവലിലേക്ക് മാറുകയും സിനിമയെ അവർ വിഴുങ്ങാൻ തുടങ്ങി. സിനിമയുടെ വേറൊരു വേർഷൻ പ്രസ്ഥാനങ്ങൾ ആയിട്ട് മാറി. പോസ്റ്ററിലൊക്കെ സിനിമ സ്വാധീനിക്കാൻ തുടങ്ങി. കേരളത്തിലെ സപ്തഹാഷ്മി പോലത്തെ ഒരു ഗ്രൂപ്പുകളുടെ ഒരു റെലവൻസ് കേരളത്തിൽ ഇല്ലാതായതുകൊണ്ട് ബാക്കി സൊസൈറ്റീസിനെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു റിഫോർമേഷൻ സംഭവിച്ചുകൊണ്ട് ഈ സോക്കോൾ ഇങ്ങനത്തെ ആക്ടിവിസത്തിന്റെ ഒരു റെലവൻസ് ഇല്ലാതാവും. അല്ല, ഇതെന്താ പ്രശ്നം, ഇതിൻ്റെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പിന്മാറ്റമാണ് പ്രധാനമായിട്ട് ബാധിച്ചിരിക്കുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഈ നേരത്തെ പറഞ്ഞ പോലുള്ള സാംസ്കാരികമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം, കൾച്ചറൽ ആക്ടിവിസം എന്ന് പറഞ്ഞ സാധനം, അത് വിട്ടിട്ട് പകരം ഇവർ ഭൂരിപക്ഷ സമുദായത്തെ അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായത്തെ പ്രീണിപ്പിക്കുന്ന ചിന്തകളിലൂടെയും പ്രവർത്തനം കൊണ്ടുപോയിട്ടുണ്ട്. വോട്ടിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള സാധനമുണ്ട്. കഴിഞ്ഞ പിണറായി വിജയൻ മന്ത്രിസഭ ഈ സംഭവം തമ്മിൽ വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കി. അന്ന് അത്ര അധികം ചരിത്രം ഉണ്ടായിട്ടില്ല. അല്ല, ഞാൻ പിണറായി വിജയനും മെൻഷൻ ചെയ്തത് ഞാൻ ഇടതുപക്ഷ നേതാവായിരുന്നു മാത്രമാണ്, അല്ലാണ്ട് പ്രസ്ഥാനത്തെ അല്ല. ഞാൻ ഇടതുപക്ഷത്തിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഭാഗമല്ല, ഒരു BJPയുടെയും ഭാഗമല്ല. പക്ഷേ എൻ്റെ ഒരു ഒബ്സർവേഷൻസാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കൾച്ചറൽ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മുന്നേറണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അതിന് റിബലിയൻ രീതികൾ ഉപയോഗിച്ചേ പറ്റൂ. പകരം ഇവിടെ നിലവിലുള്ള സിനിമയുടെ വലതുപക്ഷ സ്വഭാവത്തെ സ്വാധീനിച്ചുകൊണ്ട് സിനിമാ താരങ്ങളെ വെച്ചുകൊണ്ട് വോട്ടിംഗ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പരിപാടി ഒഴിവാക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. നമുക്കറിയാം സിനിമാക്കാരങ്ങളെ വെച്ചതിൻ്റെ പരിണിത ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന്. ഇവർ സിനിമ ഇറങ്ങുമ്പോൾ ഭക്തിയാണ് ഒരു രൂപം കൊള്ളും, അസോസിയേഷൻസ് ഉണ്ടാക്കുന്നു. ഇതേ രീതിയിലേക്ക് നമ്മൾ രാഷ്ട്രീയ നേതാക്കന്മാർ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കാൻ തുടങ്ങിയ എന്താ അവസ്ഥ? അൻവർ ഫാൻസ് അസോസിയേഷൻ, പിണറായി ഫാൻസ് അസോസിയേഷൻ, ഒരു കാലത്ത് അച്യുതാനന്ദ ഫാൻസ് അസോസിയേഷൻ, ഉമ്മൻചാണ്ടി എന്ന് പറയുമ്പോൾ ആൾക്കാർ കെട്ടിമുറിഞ്ഞു വീഴും. രാഷ്ട്രീയ പ്രവർത്തകർ മനുഷ്യരുടെ ഭാഗമാണെന്നും സമൂഹത്തിൻ്റെ ഭാഗമാണെന്നും എല്ലാ മനുഷ്യരിലും വ്യക്തമായ രാഷ്ട്രീയമുണ്ടെന്നും എൻ്റെ രാഷ്ട്രീയമാണ് ഞാൻ വിളിച്ചു പറയുന്നു, രാഷ്ട്രീയമെന്ന് അവഗണിക്കാൻ കഴിയാത്തൊരു സാധനമാണെന്നും എനിക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നവൻ കടുത്ത വലതുപക്ഷവാദിയാണെന്നും സമൂഹത്തിന് ബോധ്യപ്പെടണ്ടേ? ഈ വലതുപക്ഷവാദിയാകുന്നത് തെറ്റാണ്, ഒരു സംശയമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലതുപക്ഷങ്ങൾ ഒരു കാലഘട്ടത്തിലും അടിസ്ഥാന വർഗങ്ങളുമായിട്ട് സന്ധി ചെയ്തിട്ടില്ല. പകരം മുകളിലുള്ള ഭരണവർഗങ്ങളായിട്ടോ അധികാരവർഗങ്ങളായിട്ടോ മാത്രമേ കമ്പറൂ. ലോകത്തെ എവിടെ എടുത്തു നോക്കിക്കോളൂ, വലതുപക്ഷ വർഗങ്ങളാണ് ഈ സമൂഹത്തെ ഭിന്നിപ്പിച്ചിട്ടുള്ളത്. ഫാസിസമായാലും ഹിന്ദുത്വ അജണ്ടയായാലും ഇപ്പോൾ ബംഗാളിൽ ഇവിടെ മറ്റേ യു എസിൽ നമുക്കറിയാം കടുത്ത വലതുപക്ഷവാദിയാണ് ട്രംപ്. അതങ്ങനെയാണ്. വലതുപക്ഷ പ്രസ്ഥാനക്കാർ ഒരു കാലഘട്ടത്തിലും സത്യസന്ധമായിട്ട് അപ്രോച്ച് ചെയ്തിട്ടില്ല, കള്ളം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ജനങ്ങൾക്ക് അവരെ മതിയെങ്കിൽ പിന്നെ നമുക്ക് എന്താ കുറ്റം പറയാൻ പറ്റും? ജനങ്ങൾക്ക് മതി കൊടുക്കാനാണെങ്കിൽ എനിക്ക് സിനിമ പാട്ട് വായിച്ചാൽ പോരെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏറ്റവും മഹാനായ സിനിമാ നടിമാരോട് ഉണ്ടായിരുന്നില്ലേ? ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും എൻ്റെ സുഹൃത്തുമായ ഷക്കീല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇമെയിൽ അയക്കാറുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ അവർക്ക് ഫ്ലൈറ്റിൽ ഒരുമിച്ചുമ്പോൾ തൊട്ടടുത്തിരുന്ന് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പലരും അവരോട് സംസാരിക്കാൻ മടി കാണിച്ചപ്പോൾ ഞാൻ അടുത്ത് വന്നിരിക്കുകയായിരുന്നു. അവരടുത്തിരുന്ന ഒരു ചങ്ങാതി ചോദിച്ചു വാങ്ങിച്ചിട്ട് സീറ്റ് മാറി. അപ്പം ഞാൻ ആ എയർ ഹോസ്റ്റൽ ഞാൻ അവിടെ വന്നിരിക്കാമെന്ന് പറഞ്ഞു. തിരസ്കരിക്കപ്പെടുന്ന അവഗണിക്കപ്പെടുന്നവരോട് കൂടെ നിൽക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് ആർട്ടിസ്റ്റിൻ്റെ ബോധം. അത് റാഡിക്കൽ ബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഞാൻ പരിപൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എനിക്കിതിൽ നാടൻ പാട്ട് വായിക്കാം. എന്നെ കച്ചേരിക്ക് വിളിക്കുമ്പോൾ മെയിൻ കോൺസേർട്ട് കഴിഞ്ഞാൽ എന്നോട് ചില പീസുകളൊക്കെ വായിക്കും. ഞാൻ അതിൽ ഇൻ്റർനാഷണൽ ആന്തം വായിക്കും. ഉണരുവിൻ പട്ടിണിയുടെ തടവുകാർ. എനിക്ക് വായിക്കാമല്ലോ, പലർക്കത് മനസ്സിലാവില്ല. ഞാൻ വായിക്കുക എന്നുള്ളത് എൻ്റെ വേ ഓഫ് ആക്ടിങ് ആണ്, ടു ദി റെസ്പോണ്ട് ടു സൊസൈറ്റി. കരുണ വായിക്കും, കുമാരനാശൻ്റെ കരുണ. കച്ചേരിക്കിടയിൽ അറിയാമോ കുമാരനാശൻ്റെ കരുണ? അറിയാലോ.
ഏതെങ്കിലും ഒരു ക്ലാസിക്കൽ മ്യൂസിഷ്യൻ ഇത് വായിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇവിടെയാണ് ഈ പറഞ്ഞ മൂവ്മെൻറ്റുകൾ നടക്കുന്നത്. നമ്മൾ കുമാരനാശൻ നമ്മുടെ നവോത്ഥാന ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഞാൻ ഇടയ്ക്ക് ചെറുചീരയുടെ കൃഷ്ണകഥ വായിക്കും. നല്ല സുഖമുള്ള സാധനമാണ്. ഇപ്പം കേട്ട് ചിരിച്ച രീതിയാണ്. നമ്മൾ സ്കൂളിൽ കാലഘട്ടത്തേക്ക് പോയില്ലേ, ഇതൊക്കെ നമ്മുടെ സംഗീത പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. നമ്മളെ സ്കൂളുകളിൽ പാട്ട് പാടിച്ചുകൊണ്ട് കവിത പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നദോനത വൃത്തം, വഞ്ചിപ്പാട്ട്, അതുപോലെ തന്നെ വടക്കം പാട്ടുകൾ, ഇതൊക്കെ നമുക്കിവിടെ പ്രയോഗിച്ചു. ഇതൊക്കെ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായൊരു സാധനമാണ്. ഞാൻ അതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമത്തിലല്ല, പക്ഷെ ഞാൻ വായിക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിലൊരു ഔദ്യോഗിക സാധനമല്ല, പക്ഷെ നമ്മളത് വായിക്കാറുണ്ട്. എനിക്കത് വായിക്കാൻ തോന്നും ചില സമയത്ത്, ആക്ടിവിസത്തിൻ്റെ ഭാഗമായിട്ടിരിക്കുമ്പോൾ ആണെങ്കിൽ. അല്ലെങ്കിൽ ആശാനം എനിക്ക് മറന്നുകൊണ്ട് എൻ്റെ കാവ്യ ലോകത്താണെങ്കിൽ പോലും, ഞാൻ കവിത വായിക്കുന്ന കാലത്താണെങ്കിൽ പോലും, പഠിക്കുന്ന കാലത്താണെങ്കിൽ പോലും ആശാനോ വള്ളത്തോളിനെ പിന്നെ എനിക്ക് വിട്ടുകളയാൻ പറ്റും. ഞാൻ അങ്ങനത്തെ ഒരു ദേശീയവാദിയല്ല, പക്ഷെ ആശാനം വിട്ടുകളയാൻ പറ്റുന്നില്ല. അത്ര ഭീകരമായ കാൽപ്പനികത്വം. അതുപോലെ തന്നെ കക്കാട്, സഫലമി യാത്ര പോലുള്ള എഴുതിയ കക്കാട്, ഇടശ്ശേരി, ഇടപ്പള്ളി, എഴുത്തച്ഛൻ, നിരണം കവികൾ, മാധവ പണിക്കർ പോലുള്ള ആളുകൾ. തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ വേറെ ആൾക്കാർ വേറെയുണ്ട്, എഴുത്തുകാർ വേറെയുണ്ട്. വലിയ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായ സാധനങ്ങൾ. ഞാൻ ഭാരതിയാറിൻ്റെ ഒരു സാധനമില്ലേ, കേട്ടല്ലേ, ചിന്നം ചെറുക്കിളിയെ. ചിന്നഞ്ചിറക്കിളിയെ. എനിക്ക് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ട്, പക്ഷേ ഞാൻ വായിച്ച് എൻ്റെ ജീവിതം എൻ്റെ സോഷ്യലായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അത് പേഴ്സണലി ഞാൻ ജനറലി ചോദിക്കുന്നു, ഒരു കലാകാരന് അങ്ങനെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ എനിക്ക് തോന്നുന്നത് ആർട്ട് എന്നുള്ള സാധനം മുകളിൽ നിന്ന് പൊട്ടി വീഴുന്നൊരു സാധനമല്ല എന്നുള്ളതാണ്. ആർട്ട് ഗുരു പഠിപ്പിച്ചു തരുന്നൊരു സാധനമല്ല, നിങ്ങളുടെ വേ ഓഫ് ലൈഫിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. വേ ഓഫ് ലൈഫിൽ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ സംശയിക്കുന്ന എനർജി നിങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് മാത്രമല്ല സാമൂഹികമായിട്ടുള്ള കൊടുക്കൽ വാങ്ങൽ കൂടി സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ ഇടപഴകുന്ന വ്യക്തികളിലൂടെ, നിങ്ങൾ കേൾക്കുന്ന പാട്ടുകളിലൂടെ. നിങ്ങളിപ്പോൾ കാക്കാരിശ് നാടകം കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മറ്റു പാട്ടുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ ബാധിച്ചുകൊണ്ടിരിക്കും. എനിക്ക് മാത്രമായിട്ടൊരു കലാകാരന് മാത്രമായിട്ടൊരു ലോകമില്ല ഇവിടെ. എല്ലാവരും അടങ്ങുന്ന ലോകമാണ് എൻ്റേതെന്നുള്ള ബോധ്യം കലാകാരന് ഉണ്ടാവുന്ന കാലത്തോളം അവനത് ആ ഒരു ആക്ടിവിസത്തിൻ്റെ ഭാഗമായി മാറും. മനുഷ്യൻ സാമൂഹിക ജീവിയാണ്, കലാകാരൻ മാത്രം സാമൂഹിക ജീവിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല, എല്ലാ മനുഷ്യരും സാമൂഹിക ജീവിയാണ്. ഈ സമൂഹത്തിൻ്റെ ഭാഗമായി അവൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ അതിന് ആക്ടിവിസമാണ്. അവൻ അറിയാതെ പോലും സംസാരിച്ചു കൊണ്ടിരിക്കും. അവൻ അല്ലെങ്കിൽ തന്നെ ഗുരു അതിൻ്റെ ഗുരു കൊണ്ടുവന്ന ലീനേജിൻ്റെ ഭാഗമായുള്ള സാധനമൊന്നുമല്ല ഇപ്പോൾ വായിക്കുക. ഒരു കീർത്തനം വായിക്കുമ്പോൾ, കർണാട്ടിക് മ്യൂസിക്കിലാണ് കീർത്തനം വായിക്കുമ്പോൾ അത് ത്യാഗരാജസ്വാമികൾ പാടിയ പോലെയാണ് വായിക്കുന്നത്. ഓരോ നിമിഷവും ഞാൻ പറഞ്ഞു ജൈവപരമായ പ്രക്രിയയ്ക്ക് വിധേയമാക്കപ്പെടും. അവിടെ അവൻ പാട്ടുകളിലൂടെ പ്രതികരിക്കാൻ തുടങ്ങും, സംസാരിക്കാൻ തുടങ്ങും. നമുക്ക് വിപ്ലവ ഗാനങ്ങളുണ്ടായത് ഒരു സുപ്രഭാതം കൊണ്ടൊന്നുമല്ലല്ലോ. പാട്ടുകളിൽ പ്രതികരിക്കും, നാടൻ പാട്ടുകളുണ്ടായില്ലേ നമുക്കിവിടെ. കലാകാരൻ ആക്ടിവിസ്റ്റാണ് ബേസിക്കലി. കാരണം അവൻ സാമൂഹിക ജീവിയാണ്. മറ്റുള്ള ആളുകളെക്കാൾ കുറച്ചും കൂടി സെൻസിറ്റീവാണ് അവൻ. കാരണം ഹീ ഈസ് വെരി കോൺഷ്യസ് അബൌട്ട് സൊസൈറ്റി. അതർവൈസ് ഹീ കാൺട്ട് സസ്റ്റെയിൻ. ഹീ ഷുഡ് ഗെറ്റ് എ മണി. ഹീ ഷുഡ്
കാരണം അവൻ്റെ ഏണിങ് അതിലൂടെയാണ്. അവൻ പാടുമ്പോൾ കേൾക്കാൻ ആരെങ്കിലും വേണ്ടേ? അവൻ്റെ കേൾവിക്കാർ പോലും അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. കേൾവിക്കാരിൽ നിന്ന് അവർ എനർജി സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമാണ് ഒരു കലാകാരൻ. അവനൊറ്റയ്ക്ക് ദന്തഗോപുരങ്ങളിൽ ഇരിക്കാൻ കഴിയില്ല. അവനൊക്കെ ദന്തഗോപുരങ്ങളിൽ നിന്ന് പാടുന്നു, PR വർക്ക് ചെയ്യുന്നു, അതിൻ്റെ ഭാഗമായി ബെൻസ് കാറിൽ വന്നിറങ്ങുന്നു. പഴയൊരു ആർഗ്യുമെന്റ് ഉണ്ടല്ലോ, കലയ്ക്ക് വേണ്ടിയിട്ടാണോ ജീവിതത്തിന് വേണ്ടിയിട്ടാണോ എന്ന്. അതാണ് ഇപ്പോൾ പുള്ളി പറഞ്ഞു വരുന്ന സാധനം. അതായത് നിങ്ങൾക്ക് എന്ത് വിവക്ഷിക്കുക, അത് അതിൻ്റെ ഭാഗമായിട്ട് ഈ കോൺട്രഡിക്ഷനായിട്ട് നമ്മുടെ അല്ല, എൻ്റെ ഒരു സംശയം കൂടെ ചോദിക്കട്ടെ. ഈ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചോദിക്കുകയാണ്. അതായത് ഈ കലയ്ക്കൊരു പ്യൂരിറ്റി ഇല്ലേ, ഒരു കലർപ്പില്ലായ്മ എന്നൊരു കൺസെപ്റ്റ് ഇല്ലേ? കലരാത്ത എന്താണ് ഇവിടെ ഉള്ളത്? കലരാത്ത എന്താണുള്ളത്? ഒന്നുമില്ല. പ്യൂരിറ്റി എന്ന് പറഞ്ഞ് പഴയ ഈ ബ്രാഹ്മണിക്കൽ കോണ്ടെക്സ്റ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. ഇതിനായി ആ പ്യൂരിറ്റി എന്നുള്ളത് ഈ പറഞ്ഞ പോലെ സവർണബോധവുമായി ഉണ്ടായ സാധനമാണ്. അത് ഈ കലയിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്, സാഹിത്യത്തിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. നായർ പുസ്തകം എഴുതുമ്പോൾ മഹത്തരമാവുകയും ദളിതൻ കവിത എഴുതുമ്പോൾ മോശമാവുന്നതുകൊണ്ടാണ്. എല്ലാ സമയം കഴിഞ്ഞില്ലേ, അത് ഇപ്പോഴും ഉണ്ടോ? അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ ജാതിബോധം നിങ്ങൾ പോലും അറിയാതെ പ്രവർത്തിക്കുന്നുണ്ട്. ജാതിബോധം ഉപരിപ്ലവമല്ല, ഈ കോംപ്ലക്സ് സൊസൈറ്റിയിൽ പ്രവർത്തിക്കുന്ന വേറെ രീതിയിലാണ്. അത് പ്രവർത്തിക്കുന്നത് നിങ്ങളെ അവഗണിക്കുന്നതിലൂടെ, അധികാരങ്ങളിലൂടെ പറിച്ചു വെച്ചിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നതിലൂടെ. അല്ലെങ്കിൽ നിങ്ങൾ കറുത്ത നിറമുള്ള ഒരുവൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുമോ? അങ്ങനെയോടെ ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ സുഹൃത്ത് കറുത്ത നിറമുള്ളവരാണ്. നിങ്ങളുടെ ഭാര്യ ഇന്ന് ഏതെങ്കിലും ഒരു വെളുത്തവൻ തൻ്റെ കറുത്ത ഭാര്യയെ നിങ്ങൾ പ്രകടിപ്പിച്ചത് കണ്ടില്ല. സിനിമയിൽ പോലും നായയ്ക്ക് വെളുപ്പിക്കല്ലേ, കറുത്തവരെ വെളുപ്പിച്ചെടുക്കല്ലേ. ജാതി പ്രവർത്തിക്കുന്നുണ്ട്, ഒരു മാറ്റവും ഇല്ല. അത് പക്ഷേ ഇന്ത്യയുടെ മാത്രമായിട്ടൊരു കാര്യമല്ലല്ലോ. ഇപ്പൊ വെളിയിൽ പോകുമ്പോഴും അത് മൊത്തത്തിലുണ്ട് ഉണ്ട്. രീതിയിലുള്ള ഞാൻ ഓസ്ട്രേലിയയിലേക്ക് അനുഭവിക്കുന്നതാണ്. ഉണ്ട്. അവിടെ മാത്രമല്ല, കലയോടുള്ള ഒരു സമീപനം തന്നെ നമ്മൾ കറുത്ത വർഗക്കാരൻ്റെ കല ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? ബ്ലൂസ് പറയൂ. ആഫ്രിക്കൻ സോങ് നിങ്ങൾ കേൾക്കുന്നല്ലേ? അവന് എന്തെങ്കിലും ഗ്രാമി അവാർഡ് ഫംഗ്ഷനിൽ എവിടെയെങ്കിലും നിങ്ങൾ കറുത്ത വർഗ്ഗക്കാരൻ്റെ ആർട്ട് ഫോം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? ഒരു കറുത്ത വർഗ്ഗക്കാരന് ഗ്രാമി അവാർഡ് കിട്ടിയിട്ട് ഓസ്കാർ കിട്ടിയിട്ട് എത്ര നാളായെന്ന് പറയൂ. എൻ്റെ ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളൊരു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദളിതനെ വിവാഹം കഴിക്കും? എനിക്ക് അയാളോട് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ കഴിക്കും. കഴിക്കും. നിങ്ങളുടെ മനസ്സിൽ പ്രണയം തോന്നുന്നത് ദളിതനോടായിരിക്കും? കറുത്ത നിറങ്ങളോട് തോന്നാറുണ്ടോ? ഈ പ്രണയം പോലും പ്രശ്നമാണ്. മിസ്റ്റർ അനിൽ, പ്രണയം പോലും പ്രശ്നമാണ്. നിങ്ങൾക്ക് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരാളോട് അടുപ്പം കാണിക്കുന്നുണ്ടെങ്കിൽ ഇയാളുടെ ഒരു ബേസിക് കാറ്റഗറീസ് ഇതൊക്കെ നോക്കിയിട്ടാണ് പ്രണയം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രണയം ഒരു ആക്ടിവിസമാണ്. വിവാഹം ഒരു ആക്ടിവിസമാണ്, പ്രണയം ഒരു ആക്ടിവിസമല്ല. പ്രണയം തീർത്തും വൈബ്രന്റ് ആയിട്ടുള്ള റിബലായിട്ടുള്ള ആക്ടിവിസമാണ്. രണ്ടുപേർ തമ്മിൽ ചുംബിക്കുമ്പോൾ ലോകം മാറുന്നു എന്ന് ഒക്ടോവിയോ പാസ് പറഞ്ഞതാണ്. അന്ന് ഞാൻ പല വിദേശത്തെ രാജ്യങ്ങളിൽ എൻ്റെ മിക്കവാറും സുഹൃത്തുക്കൾ വിവാഹം കഴിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പ്രേമിച്ചിട്ടുള്ളത് ദളിതുകളെയും അവിടുത്തെ അബോർജിൻസിനെയൊക്കെയാണ്. എനിക്ക് ഒരു മലയാളീനെ അറിയാം, ഒരു അബോർജിന് വിവാഹം കഴിച്ചിരിക്കുന്നത്. അവൻ്റെ ഭാഗമായിട്ട് അവൻ്റെ കുടുംബത്തിൽ നിന്ന് അവനെ പുറത്താക്കി. അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലേ നോട്ട് ഓൺലി ബിലോങ്സ് ടു ദി ഫിസിക്, ബിലോങ്സ് ടു യുവർ വേ ഓഫ് തോട്ട്, യുവർ ഐഡിയോളജി ഇസ് ദർ. ഇഫ് യു ഫീൽ ഹി ഈസ് എ കംഫർട്ടബിൾ പേഴ്സൺ ഫോർ യു, യു ക്യാൻ. ദ കംഫർട്ട് ബിലോങ്സ് ടു യുവർ ഐഡിയോളജി, ഹിസ് ഐഡിയോളജി ഈക്വലി കണക്റ്റഡ്. അവൻ്റെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ അവൻ്റെ കാസ്റ്റ് പോലും നിങ്ങളെ സ്വാധീനിക്കും. നിങ്ങൾ പോലെ അറിയാതെ കറുത്ത നിറമുള്ളവൻ താഴ്ന്നവരാണെന്നുള്ള ഒരു ജാതിബോധം ഉള്ളിൽ നിങ്ങൾ രൂഢമൂലമായി കിടക്കുന്നുണ്ട്, എത്ര നിഷേധിച്ചാലും. കലാകാരന്മാരിലുപരിയില്ല, കല എനിക്ക് ആക്ടിവിസമാണ്. എൻ്റെ കലയാണ് ഞാൻ. കലാകാരൻ എന്നുള്ളത് നിങ്ങൾ വിളിക്കുന്ന വിളിയാണ്. സംശയമില്ല കാര്യത്തിൽ. അത്രയേ ഉള്ളൂ. നിങ്ങളിത് ഈ സാധനം ഉള്ളതുകൊണ്ട് നിങ്ങൾ കേൾക്കാതിരിക്കുന്നത്, ഞാനീ പറയുന്നത് കേൾക്കുന്നത്. ഈ സാധനം വെച്ചിട്ടാണ് ഞാൻ പാട്ട് പാടിക്കൊണ്ട് രാഷ്ട്രീയം പറയുന്ന ആൾക്കാരില്ലേ, പാട്ട് ഡ്രംസ് വായിച്ചുകൊണ്ട് വരുന്ന ബ്ലൂസ് ആർട്ടിസ്റ്റുകളില്ലേ, ബ്ലാക്കുകളില്ലേ, എനിക്കറിയാം കുറേ പേരെ.
പാട്ട് കൊണ്ട് സന്തോഷം അനുഭവിക്കുന്നവരും ഉണ്ട് സർ. That is what we are saying. അതിപ്പോ Just to sing for oneself. I know many people. അല്ല, ബാധ കയറുമ്പോൾ അതിന് കിട്ടുന്ന ഉന്മാദമല്ല എനിക്കുള്ളത്. ബാവുൾ മ്യൂസിക്കിലേക്ക് എങ്ങനെ എത്തി? അവരുടെ കൂടെയുള്ള ലൈഫ് അത് ഞാൻ ശാന്തി നികേതനിലേക്ക് പഠിക്കാൻ വേണ്ടി പോയില്ല. അപ്പം അന്ന് അതുവരെ എനിക്ക് ബൗൾ അറിയില്ലായിരുന്നു. രവീന്ദ്ര സംഗീതം ഒരുപാട് കേൾക്കും നാട്ടിൽ, ഒരു കാസറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ശാന്തി നികേതനുള്ള സമയത്ത് ഈ ബൗളുകൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പാടിപ്പോകുന്നത് എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തതാണ്. അപ്പോൾ ഞാനിങ്ങനെ നിരന്തരമായി ഓരോ ബൗളുകളും കൂടെ കറങ്ങും. അങ്ങനെ ബൗൾ സംഗീതം പഠിക്കാൻ നിന്നത് ആ സമയത്താണ് പോഷ് മേള നടക്കുന്നത്. 1 ദിവസം പോഷ് മേള എന്ന് പറഞ്ഞാൽ ബൗൾസ് 10 ദിവസം നീണ്ടെടുക്കുന്ന മേളയാണ്. ഈ അവിടെ നമ്മുടെ ബംഗാളിലും വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാളും അവിടെ മറ്റിടത്തുള്ള ആ ബംഗ്ലാദേശിലുള്ള ബൗൾ സിംഗേഴ്സ് വരുന്നൊരു അവിടെ എത്തിച്ചേരും എല്ലാവരും. അവിടെ സർക്കാർ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അവർക്ക് പാടാൻ. അല്ലാതെ തന്നെ അവർ പാടിക്കഴിഞ്ഞാൽ അവർക്ക് പാടി മതിയാവില്ല, എല്ലാവർക്കും പാടാൻ പറ്റില്ല. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നെങ്കിൽ അപ്പുറത്തെ ഓരോ സ്ഥലങ്ങളിൽ ഗ്രൗണ്ടിൽ, ഈ പോഷ് മേള ഗ്രൗണ്ടിൽ ഓരോ സ്ഥലങ്ങളിൽ കൂട്ടം കൂടിയിരുന്ന ഇവർ പാടും. അവിടെ അതാണ് കേൾക്കാൻ രസം. അപ്പോൾ ഇവിടെയുള്ള ഈ സർക്കാർ ഇവിടുന്ന സ്ഥലങ്ങളിൽ കേൾക്കാനായിട്ട് ആരും വരില്ല, കൂടുതൽ ആൾക്കാരും ഇങ്ങോട്ട് വരാം. കാരണം ഇവിടെ ഇവർ ഉറഞ്ഞതുള്ളൂ. സർക്കാരിന് ഇവർ ആക്രമിക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഇവരുടെ ഓൺ ദ സ്പോട്ട് പാട്ടുകളാണ്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ഒരു റെവൽ സ്വഭാവം ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ബംഗാളി പഠിച്ചേ പറ്റുന്നുള്ള വാശിയായി. അങ്ങനെയാണ് ഞാൻ ബംഗാളി പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചതിൻ്റെ 2-3 കാരണങ്ങൾ. ഗീതാഞ്ജലി സ്ട്രേറ്റ് വായിക്കണം, സെക്കൻഡറി ബൗൾ സംഗീതം ആസ്വദിക്കണം. ഇതായിരുന്നു പ്രധാനപ്പെട്ട വിഷയം. മറ്റ് സിനിമ ഒക്കെ കാണുമെങ്കിൽ സബ് ടൈറ്റിലൊക്കെ കാണാം നമുക്ക്. പണ്ടൊക്കെ നമ്മൾ പതാഞ്ചലി സബ് ടൈറ്റിൽ വായിച്ചിട്ട് കണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ബൗൾ സിംഗേഴ്സിനെ അപ്രോച്ച് ചെയ്യും. ശാന്തി നികേതനിൽ ഒരു ബസുദേവ് ബൗളുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകുമായിരുന്നു. ബസുദേവ് നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങി. ബസുദേവൻ്റെ വീട്ടിൽ എനിക്ക് ഭക്ഷണം കിട്ടും, ബൗളും പെട്ടു. കാരണം നമ്മൾ ദാരിദ്ര്യമാണ് അവിടെ. അങ്ങനെ ബസുദേവ് പഠിപ്പിക്കാൻ തുടങ്ങി. പിന്നെ ഭയങ്കര എൻജോയ്മെൻറ്റായി നമുക്ക്. ബൗൾ കൂടുതൽ അവരെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. ആ ഏക്താര എന്നുള്ള ഇൻസ്ട്രുമെൻറ്റ് ഞാനിപ്പോഴും കൊണ്ടുപോയിട്ട് ഓസ്ട്രേലിയയിലുണ്ട്. ദുതാര, ഗോമക്, ഇതൊക്കെ വായിച്ചു കിടക്കുന്നത്. നമുക്ക് ഒരു റിതം സ്ട്രക്ചറും മ്യൂസിക്കൽ ബോധമുള്ളതുകൊണ്ട് ആൻഡ് ലിറ്ററേച്ചറിനോട് താല്പര്യമുള്ളതുകൊണ്ട് ഇത് പഠിച്ചടങ്ങുന്ന ചെയ്യും. ഓരോ പാട്ടുകൾ പഠിക്കുന്നതോറും ഹൈലി ഫിലോസഫിക്കൽ, സൂഫീസം നമ്മളെപ്പോഴും സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അത് ഭയങ്കര അഡാപ്റ്റായി. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു റിബലിസം നേരത്തെ പറഞ്ഞ പോലെയൊക്കെ കടന്നു വരുന്ന അങ്ങനെയായിരിക്കും. ബൗൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് തന്നെ. എൻ്റെ ഒരു വേ ഓഫ് ലൈഫിലും എൻ്റെ ഒരു അവധൂതിക്കായിട്ടുള്ള ഒരു വാഗബോണ്ട് ലൈഫിലൊക്കെ ബൗൾ എന്നെ വല്ലാതെ പിന്തുടർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വസുദേവ് ബൗളിൻ്റെ കീഴിൽ പഠിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ഞാൻ പൂർണ്ണദാസ് ബൗളിൽ അന്വേഷിച്ച് പോയി. പൂർണ്ണദാസ് ബൗൾ കുറച്ച് പാട്ട് പഠിപ്പിച്ചു. പിന്നെ എല്ലാ ബൗൾ സിംഗേഴ്സും കൂടി ചിലവഴിച്ചു. ഞാൻ പാടാൻ തുടങ്ങും, അവരുടെ കൂടെ ചിലപ്പോൾ ഞാൻ മൃദംഗം കൊണ്ടുപോയി കൊണ്ടേൻ്റെ മൃദംഗം വായിക്കും, ഗഞ്ചറ വായിക്കും. പിന്നെ മുടി വളർത്തി, താടി വെച്ചു. അതൊരു വേ ഓഫ് ലൈഫായിട്ട് മാറിയതാണ്. അതാണ് നമ്മുടെ ലൈഫിൽ സംഭവിച്ചൊരു കാര്യം. ചോദിച്ച ഭയങ്കര പ്രശ്നം. എന്തായാലും ഞാനൊരു ഖമാസ് രാഗത്തിലുള്ളൊരു ഫോക്ക് വായിക്കാം.
ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫിലിം മ്യൂസിക് വായിച്ചുതരാം. ചെയ്തോ അതോടെ എനിക്കൊന്നും കൂടി നഷ്ടപ്പെടാൻ പോലില്ല. ഞാൻ എൻ്റെ വേർഷനിൽ വായിക്കാറ്.